കുടുംബം പലയിടങ്ങളിൽ നിന്ന് നമ്മൾ കേട്ട് പരിചയിച്ച നമുക്കറിയുന്ന ഒരു വാക്കാണത്. പക്ഷേ ചില സമയത്ത് നമുക്കതൊരു പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നാറുണ്ട്. ചില ഇഷ്ടങ്ങൾക്ക് എതിര് നിൽക്കും, ചില കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുമ്പോഴൊക്കെ. മിനിയാന്ന് പരിചയപ്പെട്ട ഒരു കുട്ടിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാണ്. അവൾക്ക് ഉമ്മയെ ഇഷ്ടമല്ല, ഉമ്മയെ മാത്രം ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ വൈകുന്നേരം 4:30 സ്കൂൾ വിട്ട് 4:45 വീട്ടിലെത്തി. 5 മണിയോടുകൂടി അവളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വാഷിങ്ങൊക്കെ കഴിഞ്ഞിട്ട് എന്താണോ കിച്ചണിൽ ഭക്ഷണം ഉള്ളത് അതെടുത്ത് കഴിച്ച് 5:30 ആകുമ്പോഴേക്ക് ഉമ്മ ഡ്യൂട്ടി കഴിഞ്ഞ് വരും. 5:30 ആകുമ്പോഴേക്ക് കിടന്നുറങ്ങും. പിന്നെ എണീക്കുക രാത്രി 2 മണിക്ക്. ഡെയിലി അവളുടെ റുട്ടീൻ ഇതാണ്. അതിൻ്റെ ഇടയിൽ എണീക്കുകയോ ഭക്ഷണം കഴിക്കുകയോ അവളുടെ ഫാമിലിയുടെ കൂടെ നിൽക്കുകയോ നമസ്കരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം ആ സമയത്ത് എണീറ്റാൽ ഉമ്മയെ കാണും, ഉമ്മയോട് സംസാരിക്കേണ്ടി വരും, ഉമ്മ പറയുന്നത് കേൾക്കേണ്ടി വരും, ഉമ്മയോട് തീർത്താൽ തീരാത്ത ദേഷ്യം. അത്ഭുതം തോന്നുന്നുണ്ടോ ഇങ്ങനെ ഒരു റുട്ടീൻ കണ്ടിട്ട്? അപ്പോൾ ഓഫ് ഡേയ്സിലോ ശനി ഞായറൊക്കെ ദിവസങ്ങളിൽ ഉമ്മ വീട്ടിലുണ്ടാകുന്ന ദിവസങ്ങളിൽ ഒരു 10:30 മാക്സിമം രാവിലെ 10:30 ഉറങ്ങാൻ ശ്രമിക്കും. 10:30 ഉറങ്ങിയാൽ വൈകുന്നേരം രാത്രി 9:30 10 മണിയോടുകൂടി എണീക്കും. പിന്നെ ഉറങ്ങൂല കേട്ടോ. ഡെയിലി 6, 7, 8 ഇത്ര മണിക്കൂറല്ലേ ഒരു മനുഷ്യന് മാക്സിമം ഉറക്കം വേണ്ടത്. ഞാൻ 9 മണിക്കൂർ കറക്റ്റ് ഉറങ്ങുന്നുണ്ട് എന്നാണ് അവൾ പറഞ്ഞത്. 1 മണിക്ക് എണീക്കും, രാത്രി 1 മണിക്ക് എണീക്കും. എന്നിട്ട് ആദ്യം എമർജൻസി ഒന്ന് ഓണാക്കും. കാരണം കൂറയെ പേടിയാ, കുറച്ചി പാറും. പല്ലി ഇതൊക്കെ ആണെങ്കിൽ അവിടെ ഇങ്ങനെ നിന്നിങ്ങനെ നമ്മളടുത്തേക്ക് എത്തുന്നത് നമുക്ക് നോക്കി മനസ്സിലാക്കാം, മാറിയൊക്കെ നിൽക്കാം. പക്ഷെ കൂറയാകുമ്പോൾ പാറി വരും. അതുകൊണ്ട് എമർജൻസി ഓണാക്കി കൂറണ്ടോന്ന് ഇങ്ങനെ നോക്കിയിട്ട് എവിടെ ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം പോയിട്ട് ലൈറ്റ് ഇട്ടിട്ട് അതിതീവ്രമായ പരിശ്രമത്തിലാണ് USS കരസ്ഥമാക്കാൻ. ഒരു ഭാഗം വളരെ പെർഫെക്റ്റും മറുഭാഗം ചില തെറ്റിദ്ധാരണകളുടെയും ചില മനസ്സിലാക്കാത്ത കാര്യങ്ങളുടെയൊക്കെ പേരിലും വളരെ മോശമായും പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. 4-5 മണിക്കൂറിൻ്റെ സിറ്റിങ്ങിലും ഒരു ചേഞ്ച് പോലും വരുത്താൻ പറ്റിയിട്ടില്ല. ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും വലിയ അനുഗ്രഹം നമുക്ക് ലഭിച്ചിട്ട് ആ അനുഗ്രഹത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയും ഈവൻ ഉമ്മ മരിച്ചാൽ പോലും നിനക്ക് പ്രശ്നമല്ലേ എന്ന് ഞാൻ ക്രൂരമായി ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, അത്രയാണ്. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്നിരുന്ന് പ്രിയപ്പെട്ട മക്കളെ, കാരണം എവിടെയോ കിടക്കുന്ന, ഇപ്പോൾ വെറ്റിലപ്പാറ അങ്ങാടിയിലോ മലപ്പുറത്ത് ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ കിടന്നുറങ്ങി എണീച്ചു വരാണ് ഞങ്ങൾ എന്ന് പറയുന്നതിലോ അവനവൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും അടുത്ത് നിന്ന് വീട്ടിൽ നിന്ന് ഉറങ്ങി ഉണർന്ന് ഭക്ഷണം കഴിച്ച് കുളിച്ച് ഡ്രസ്സ് ധരിച്ച് അവരുടെ കൂടെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വരികയാണ് ഞങ്ങൾ എന്ന് പറയുന്നതിലോ നമുക്ക് അഭിമാനം. ഏതാ അഭിമാനം? തോന്നും വേണ്ടില്ലായിരുന്നു, ഞാൻ എങ്ങോട്ടെങ്കിലും പോട്ടോ, എനിക്ക് കഴിയില്ല, 10ാം ക്ലാസ് അങ്ങോട്ട് കഴിയട്ടെ, ഞാൻ ഹോസ്റ്റലിൽ നിൽക്കാൻ പോവാണ്, ഇനി എന്നെ കൊണ്ട് പറ്റൂല. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, നമുക്ക് ചില സമയത്ത് പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോൾ ആയിക്കോട്ടെ ഓക്കെ, ഇതിങ്ങനെ ഉമ്മയെ കൊണ്ട് ഉമ്മയോട് ഇങ്ങനെ ഉച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉപ്പ ഇങ്ങനെ വരിക. ഉപ്പ വന്നിട്ട് എന്താ ഇവിടെ പറയണത്, ആണോ അങ്ങനെയാണോ, 1 മിനിറ്റ്. ഉപ്പ അങ്ങനെ പോയി ഷെൽഫ് തുറന്ന് 30,000 ഉറുപ്പ്യ, ഞങ്ങളുടെ അച്ഛൻ പോയിക്കോ, സന്തോഷം, പോയിക്കോ, എന്നെ പറ്റിക്കൊന്നും വേണ്ട, ഞാൻ പോട്ടോ. ആ പോയിക്കോ പോയിക്കോ, എങ്ങോട്ടാന്ന് വെച്ചാൽ പോവും. ഒരു ദേഷ്യത്തിന് അല്ലെങ്കിൽ ഒരു ഊർജത്തിൽ അങ്ങോട്ട് ഇറങ്ങൂല്ലേ. വീട്ടിൽ നിന്ന് ഇറങ്ങി കൂട്ടുകാരൻ്റെ വീട്ടിലോ മറ്റെവിടെയെങ്കിലോ 1, 2 3-ാമത്തെ ദിവസമാകുമ്പോൾ ഒരു പക്ഷേ ഫ്രണ്ട്സിൻ്റെ വീട്ടിലാണെങ്കിൽ ചോദിക്കാൻ തുടങ്ങും, അല്ല മോനെ ഓനെന്താ പോവാത്ത, കുറച്ച് ദിവസം 2 ദിവസം ആയല്ലോ, ഇപ്പോൾ എന്താ? നീ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ മറ്റെവിടെയെങ്കിലും ഒക്കെ സുഖമായിട്ട് ഇങ്ങനെ രാത്രി ഇരിക്കുകയാണെങ്കിൽ ഒരു സമയം കഴിഞ്ഞാൽ തുടങ്ങും നമ്മളെ വാച്ച് ചെയ്യാൻ, അല്ലേ?
ഏമാന്മാരിങ്ങനെ വാച്ച് ചെയ്യാൻ തുടങ്ങും. നിന്റെ വാഹനം എപ്പോഴാ, നീ ഏത് വായിക്ക, എന്താ അവിടെ ഇരിക്കുന്നത്. രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം രാവിലെ ആകുമ്പോണ്ടാവും ഒരു ബെല്ലടിക്കണേ. വീട്ടിൽ ഉപ്പ വാതിൽ തുറന്നു, എനക്കുണ്ടാവും. ഒന്നുമില്ല, എന്തേ പോന്നു, ഒന്നും പറയാതെ അങ്ങനെ നമ്മളെ റൂമിലേക്ക് അങ്ങോട്ട് കയറിപ്പോവും. പറ്റുന്നില്ല. പറ്റൂല. പറ്റുമോ? പറ്റില്ല. മനുഷ്യന് കുടുംബം ഇല്ലാതെ കഴിയില്ല. മൃഗങ്ങൾക്ക്, മറ്റ് എല്ലാ ജീവജാലങ്ങൾക്കും ഒരു പരിധി വരെ അവരുടെ കാലഘട്ടത്തിലേക്കുള്ള ആശ്രയത്വം മാത്രമാണ് കുടുംബം. നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ പശു, ആ പശുവിന് കുട്ടിയുണ്ടായി, ആ പശുവിനെ അതിൻ്റെ അച്ഛനും അമ്മയും കുഞ്ഞും കുടുംബമായിട്ട് നമ്മുടെ തൊഴുത്തിൽ താമസിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ വലുതായി, അവരെ കല്യാണം കഴിപ്പിച്ച് പറഞ്ഞയച്ചു. ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങോട്ട് വരുന്നു, അച്ഛനെയും അമ്മയും കാണാൻ വരുന്നു, നിൽക്കുന്നു, താമസിക്കുന്നു, തിരിച്ചങ്ങോട്ട് പോകുന്നു, ഇവരങ്ങോട്ട് വിരുന്നിന് പോകുന്നു. ഇങ്ങനെയുള്ളൊരു സിസ്റ്റം ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഒരു പശു അത് വലുതായി കഴിഞ്ഞ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തമാകുന്നതോടുകൂടി ആ പശു മറ്റൊരു പശുവായിട്ടാണ്, വലിയ പശുവോ കാളയോ എന്തോ ആയിട്ടാണ് മാറുന്നത്. അതൊരു പക്ഷേ പിന്നെ താമസിക്കുന്നത് അവരുടെ വീട്ടിൽ മാത്രമായിരിക്കില്ല, വേറെങ്കിലും, മറ്റേതെങ്കിലും വീട്ടിലായിരിക്കും, ഏതെങ്കിലും വീട്ടിലെ തൊഴുത്തിലായിരിക്കും. കുറച്ചു കാലമായി മോളെ കണ്ടിട്ട്, ഒന്ന് പോയി കണ്ടേച്ചു വരാം. ഇറങ്ങി പോകുന്നുണ്ടോ ആരെങ്കിലും? കാണണ്ടേ? കാണണ്ട? കാണണമെന്നുണ്ടോ? നെവർ. അങ്ങനെ ഒരു വികാരം തന്നെ പടച്ചവൻ ആ വർഗത്തിന് കൊടുത്തിട്ടില്ല. മനുഷ്യന് അങ്ങനെ പറ്റുമോ? പറ്റോടോ? ഇല്ല, കഴിയില്ല. മറ്റൊരു മൃഗമായിട്ട് കാണുകയും അതെവിടെയെങ്കിലുമൊക്കെ ചത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയുക പോലും ചെയ്യാത്തൊരവസ്ഥയിലാണ് അവരുടെ കുടുംബം എന്ന് പറയുന്ന വ്യവസ്ഥ പടച്ചവൻ സൃഷ്ടിച്ചിട്ടുള്ളത് എങ്കിൽ മനുഷ്യൻ്റെ അതൊരു ആശ്രയത്വമല്ല, ആശ്രയത്വം മാത്രമല്ല, അവരുടെ തലമുറ നിലനിന്നു പോവാനുള്ള പരസ്പര ആശ്രയത്വം മാത്രമല്ല, അതൊരു വ്യവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആനിൽ വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന എന്ന് തുടങ്ങുന്ന ആയത്തുകളിലൂടെ പരാമർശിക്കപ്പെടുന്നത്. നിന്റെ മാതാവ് ഏറെ പ്രയാസം ധരിച്ചുകൊണ്ടാണ് നിന്നെ ഗർഭം ചുമന്നത്. അങ്ങനെ ആ ഗർഭധാരണവും മുലകുടിയും കൂടി 30 മാസക്കാലം ശേഷം അവൻ വളർന്നു വലുതായി അവന് 40 വയസ്സാവുകയും ചെയ്ത ഇങ്ങനെ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും നമ്മുടെ തലമുറക്ക് വേണ്ടിയും റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പറയുന്നുണ്ട്. ഒരു മനുഷ്യന് 40 വയസ്സാവാന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം അവൻ്റെ ബോധവും ബുദ്ധിയുമൊക്കെ അതിൻ്റെ മൂർധന്യതയിലെത്തി തിരിഞ്ഞു നോട്ടം തുടങ്ങുന്ന പ്രായമാണ്. ഇപ്പം നമ്മൾ വലിയ കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്തൊരു സമയമാണ് അല്ലേ? കൂടുതൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ഇന്നത് ചെയ്യണം, അത് ചെയ്യണം, ഞാൻ അധ്വാനിച്ച് കൊണ്ടുവന്നിട്ട് വേണം എൻ്റെ കുടുംബം കഴിയാൻ എന്നൊക്കെ അത്തരത്തിലുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഒക്കെ ഇപ്പം നമുക്കായിട്ടുണ്ടോ? നെവർ. നമ്മളിപ്പോൾ കമ്മിറ്റഡേ അല്ല നമ്മുടെ പാരൻസിനോടും നമ്മുടെ ഫാമിലിയോടും. പക്ഷെ ഒരു 22, 23 വയസ്സാകുമ്പോഴേക്കൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചു തുടങ്ങും, തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങും. ഇങ്ങനെ നടന്നാൽ ശരിയാവില്ല, എന്തെങ്കിലുമൊക്കെ ആയേ പറ്റൂ, കാരണം ഞാനും ഒരു ഫാമിലി ആയിട്ട് ജീവിക്കേണ്ട ആളാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇൻകം അത് ലഭിക്കാൻ വേണ്ടി ഒരു ഏണിംഗ് മെമ്പർ ആവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി തുടങ്ങും. ആ ശ്രമത്തിൻ്റെ ഭാഗമായാണ് നമ്മൾ പഠിക്കുന്നതും പരീക്ഷ എഴുതുന്നതും വിവിധ തരം ജോലികളിൽ ഏർപ്പെടുന്നതും. അതൊരു 30 വയസ്സായി കുടുംബജീവിതമൊക്കെ തുടങ്ങി കിട്ടുന്നത് കൊണ്ട് നല്ല എൻജോയ് ചെയ്ത് ജോലിയായിട്ട് 35-40 വയസ്സാകുമ്പോഴൊക്കെയാണ് സ്വന്തത്തെക്കുറിച്ച്, ഞാൻ നടന്നു വന്ന വഴിയെക്കുറിച്ച് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങാം. അങ്ങനെ തുടങ്ങുമ്പോഴാണ് നമ്മൾ നമ്മുടെ പാരൻസിനെ കുറിച്ച് ഓർക്കുക. അപ്പോഴാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഈ പ്രാർത്ഥന ഇങ്ങനെ വരും.
അതുകൊണ്ട് തന്നെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയാത്തത്ര ആത്മബന്ധം നമുക്കില്ലെങ്കിലും, നമുക്കത് തോന്നില്ലെങ്കിലും പടച്ചവൻ അത് ആദ്യം തന്നെ കെട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി അത് നമ്മുടെ പാരൻസിനോടായിരിക്കണം എന്ന് പറയുന്നത്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതല്ലേ? അപ്പോൾ ഒരു ബോയ്സിൻ്റെ അടുത്തുനിന്ന് ഒരു 2 പേരും ഗേൾസിൻ്റെ അടുത്തുനിന്ന് ഒരു 2 പേരും ഒന്ന് വന്നാട്ടെ. അപ്പം എനിക്ക് എല്ലാവരും പരിചയപ്പെടാനുള്ളൊരു സമയമില്ലാത്തതുകൊണ്ട് ഇവരെ 4 പേരെ മാത്രം ഒന്ന് പരിചയപ്പെടുകയാണ്. നിങ്ങളുടെ കുറച്ചുകൂടെ കൂടെ ഒന്ന് നിങ്ങളുടെ ഒരു പ്രതിനിധികൾ എന്നുള്ള നിലക്ക് സാറ് കവർ ചെയ്യേണ്ട കുറച്ചുകൂടി. ഓക്കെ, ഫൈൻ. 4 ക്വസ്റ്റ്യൻസ്. പേരെന്താ, പിന്നെ എന്താണ് പഠിക്കുന്നത്, വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്, അതിൽ ഏർണിംഗ് മെമ്പേഴ്സ് എത്ര ആൾക്കാരുണ്ട്. ഓക്കെ ഓക്കെ, കൈയടിച്ചാ. ചെറിയ ആളാവാന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യം അല്ലേ? കുറേ ചാൻസ് കിട്ടും, കുറേ ചീത്തയും കിട്ടും, കുറേ ആൾക്കാരെ അല്ലേ കാക്കന്മാരുടെ എല്ലാവരുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ 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 മാറ്റിമറിക്കും പല സമയത്തും അല്ലേ. കുറേ ഇഷ്ടങ്ങളുമാണ്, കുറേ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഫാമിലിയിൽ ഒരു ഫാമിലി കോൺസ്റ്റലേഷൻ നമ്മൾ നോക്കുമ്പോൾ അതിൽ ഏത് സ്റ്റാറായിട്ടാണോ നമ്മൾ നിൽക്കുന്നത്. ഞാനിപ്പോൾ മൂത്ത സ്റ്റാറാണ് എൻ്റെ വീട്ടിലെ. മൂത്ത സ്റ്റാറാകുമ്പോൾ മൂത്ത സ്റ്റാറിന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട്, എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ആ പോസ്റ്റിൽ നിന്ന് തിളങ്ങുക എന്നുള്ളതാണ്. ഇളയതാണെങ്കിൽ ഇളയ സ്റ്റാറായിട്ട് തിളങ്ങുക, സെൻറ്റർ സ്റ്റാറായിട്ട് തിളങ്ങുക. ഓക്കെ, ഒറ്റ കാര്യം കൂടി പറയാനുണ്ട്. അപ്പോൾ സാറൊക്കെ ഇരിക്കാൻ പറയാണ്. നമ്മുടെ കൈകളിൽ ഒരുപാട് പ്ലഷർ പോയിന്റ്സ് ഉണ്ട്. നമ്മൾ ഈ ലെഫ്റ്റും റൈറ്റും കൂട്ടി അടിക്കുന്ന സമയത്ത് ഈ പ്ലഷർ പോയിന്റ്സ് തമ്മിൽ ജോയിന്റ് ആവുന്നത്. ഈ ഇമ്പൾസസ് നേരെ പോകുന്നത് ബ്രെയിനിലേക്കാണ്. അപ്പോൾ ബ്രെയിന് കൂടുതൽ ക്രിയേറ്റീവ് ആക്കാൻ കൂടെ ഉള്ളവർക്ക് മോട്ടിവേഷനും ഇൻസ്പിറേഷനും ആവും, അപ്പം നമുക്കും അല്ലേ വൈസ് വേഴ്സ. 2 രീതിയിൽ ഉപകാരമാണ്. നമ്മൾ കൂടുതൽ ക്രിയേറ്റീവ് ആവും, ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉണർന്നിരിക്കും. പണ്ടൊക്കെ അല്ലേ നമ്മൾക്കൊക്കെ സ്കൂളിൽ നിന്ന് അടി കിട്ടുമ്പോൾ കൈയല്ലായിരുന്നോ കാണിച്ചു കൊടുക്കാറുണ്ടായിരുന്നത് അധ്യാപകർക്ക്? ബാക്കിലുള്ളവരോട്, ബാക്ക് ബെഞ്ചേഴ്സിനോട്. ഇവർക്കൊന്നും അടി കിട്ടി ശീലമില്ല അല്ലേ, കാണിച്ചു കൊടുക്കും, നീട്ടും. അങ്ങനെ ദേഷ്യം ഇങ്ങോട്ട് പിടിപ്പിക്കും. അവസാനം ദേഷ്യം പിടിച്ചിട്ട് പൊതിരെ കിട്ടും ചെയ്യും. കുറ്റവാളികൾക്കൊക്കെ ശിക്ഷാരീതികളിൽ ജയിലുകളിൽ കാൽവെള്ളം ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അവിടെ അടി കിട്ടുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കൈവെള്ള കാൽവെള്ള എന്നൊക്കെ പറയുന്നത് അത്രമേൽ പ്ലഷർ പോയിന്റ്സ് ഉള്ള സ്ഥലമാണ്. കൈ അടിക്കാൻ കിട്ടുന്ന ചാൻസുകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൈ റബ്ബ് ചെയ്യുക, ചൂടാക്കുക, കൈ നമ്മുടെ ചൂടുള്ള കൈ നമ്മുടെ കണ്ണിൻ്റെ മേലെ ഇങ്ങനെ വെക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഹെൽത്തി പ്രാക്ടീസസ് ആണ് നമ്മുടെ ബ്രെയിൻ എനർജറ്റിക് ആയിട്ട് നിർത്താൻ. ഈ 4 ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഒന്ന് ആലോചിക്കാം. വെറുതെ പരിചയപ്പെട്ടതല്ല, എല്ലാവരും ആലോചിക്കുക. എന്നിട്ട് ഞാൻ ചോദിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യാം. പേരെന്താ എല്ലായിടത്തുനിന്നും ഫേസ് ചെയ്ത ചോദ്യമാണ് അല്ലേ? എന്താ പഠിക്കുന്നത് ഫേസ് ചെയ്ത ചോദ്യമാണ്. വീട്ടിലെത്ര ആൾക്കാരുണ്ട് എല്ലായിടത്തുനിന്നും നിങ്ങൾ കേട്ട ചോദ്യമാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളടുത്ത് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇതുവരെ? നിങ്ങളടുത്ത് ചോദിച്ചിട്ടുണ്ടോ 4ാമത്തെ ക്വസ്റ്റ്യൻ? ഇല്ല. ഓക്കെ, എന്തിനായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? എന്തും പറയാം, കരയണ്ട. വീട്ടിലത്തെ സിറ്റുവേഷൻ അറിയാനായിരിക്കും. മേ ബി വീട്ടിലത്തെ സിറ്റുവേഷൻ അറിയാനായിരിക്കും എത്ര ആൾക്കാരാണ്. അപ്പം ടോട്ടലി ഫാമിലിയിൽ 5 മെമ്പേഴ്സ് ഉണ്ടല്ലോ. അപ്പം ഇപ്പം ഞങ്ങൾ ഫുള്ള് ചെറിയ മക്കളാണ്, മൂത്തത് ഞാനാ. അപ്പം ഇപ്പാക്കൊരു സപ്പോർട്ടിന് കുറച്ചും കൂടി ഏൺ ചെയ്തിട്ടെങ്കിലും പാനൊന്ന് സപ്പോർട്ട് ആക്കണം എന്നുണ്ട്. ഇൻഷാ അല്ലാ ഇപ്പൊക്കൊരു സപ്പോർട്ട് കൊടുക്കണം എന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, നീ പറഞ്ഞ ഞാൻ പക്ഷേ വീട്ടിൽ എനിക്കായിട്ടുള്ള ബാധ്യതകളൊന്നുമില്ലല്ലോ.
ഉപ്പ ഗൾഫിലാണ്, പപ്പ ബേക്കറിയാണ്. ഓരോ കാര്യങ്ങൾ ഇപ്പോൾ അല്ലാതെ ഞാനിതുവരെ നിങ്ങൾ ചോദിച്ച ചോദ്യം അവരാരോടും ഇങ്ങനെ ആൻസർ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് എനിക്ക് പറയാൻ ഇല്ല. ഇതുവരെ ഇങ്ങനെ ഒരു ചോദ്യം ഫേസ് ചെയ്തിട്ടില്ല. ഞാൻ ചെറിയ കുട്ടിയാണ്, ഞാൻ പഠിക്കുന്നുണ്ട്, 7ാം ക്ലാസ്സിലാണ്. ഉപ്പ ഗൾഫിലാണ്. ഉപ്പയോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു വാങ്ങും എന്നല്ലാതെ ഉപ്പയായിരുന്നു അല്ലേ, ഉപ്പയാണ് ആ നെടുംതൂൺ എന്നുള്ളത്. പിന്നെ ഉപ്പപ്പയുണ്ട് അല്ലേ വീട്ടിൽ, 2 പേരും. അവരെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാനായി. അതന്നെ. ഓക്കെ, കൈയ്യടിക്കും. കാരണം പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. 10 ആളിലിപ്പോൾ 5 ആൾ ഏൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏൺ ചെയ്യുന്ന ആൾക്കാരെണ്ണം കൂട്ടണം. അതിലിപ്പോൾ എന്തായാലും 4 ആൾ കുട്ടികളാണ്. അടുത്ത സ്വാഭാവികമായിട്ട് ഞാനാണ്. എനിക്ക് എൻ്റെതായ രീതിയിൽ ചെയ്യാൻ പറ്റണ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പോ ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അത് ചിലപ്പോൾ ചിലവ് കൂട്ടാനായാലും ചിലവ് കുറയ്ക്കാനായാലും പാപ്പാനും സഹായിക്കണം എന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്. അല്ല, നമ്മളിങ്ങനെ ഈ 4 പേരെ മാത്രം ഇതിൽ നിന്ന് വിളിച്ചിട്ടുള്ളൂ അല്ലേ. ഇതിലൊരു 95%, ഒരു 80% നമ്മൾ നോക്കുകയാണെങ്കിൽ 1, 2, 3 പേരെടുത്ത് ഉപ്പ, ഉമ്മ അല്ലെങ്കിൽ ഉപ്പ, ഉപ്പപ്പ ഇത്രേ വന്നിട്ടുള്ളൂ. ഇവിടെ ഒരു ജോയിൻറ്റ് ഫാമിലി ആയതുകൊണ്ട് ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ വൈഫും കൂടി എക്സ്ട്രാ വന്നു, ഉപ്പയുടെയും ജ്യേഷ്ഠൻ്റെയും കൂടെ. ഇത് നമ്മളിങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് താമസിക്കുന്ന സമയത്ത് ഒരു ഫാമിലി നമ്മൾ എടുത്തു നോക്കിയാൽ, സപ്പോസ് ഞാൻ ഒരിക്കലും ഈ ക്വസ്റ്റ്യൻ ഒരിടത്ത് ചോദിച്ചിട്ട് ഞാൻ ആ മോനോട് പറഞ്ഞു, സപ്പോസ് ഇൻകം തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ വീട്ടിലെ ഈ ഒരു പ്രധാനപ്പെട്ട മെമ്പർ, അത് ആരായിക്കോട്ടെ, നമ്മളൊക്കെ ആ അവസ്ഥയിലെത്തുമ്പോൾ നമ്മളാണെങ്കിലും ആരായിക്കോട്ടെ, എനിക്ക് പെട്ടെന്ന് അവിടെ ഒരു ശൂന്യത വരികയാണ്. ആ ആൾ ഇല്ലാതാവുന്ന അവസ്ഥ ഒന്ന് ആലോചിക്കുമ്പോൾ നമുക്കറിയാം 100 ആൾക്കാർ പകരം വരും, രാഷ്ട്രീയക്കാർ വരും, സാമൂഹ്യ പ്രവർത്തകർ വരും, പലരും നമുക്ക് പലതും നൽകും. പക്ഷേ ഇതുപോലെയാവോ? ഇവർ കൊണ്ടുവരുന്ന അത്രത്തോളം ആവോ എന്നുള്ളതല്ല, ആ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതിലൂടെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സാധനം ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല അല്ലേ, ഹൃദയമറിഞ്ഞ് സ്വയം സാക്രിഫൈസ് ചെയ്ത് ദാഹിച്ച് തൊണ്ട വലഞ്ഞ പോലും ഒരിറ്റ് വെള്ളം കുടിക്കാതെ ജ്യൂസ് കൂൾ ബാറുകളായാലും ടീ ആൻഡ് സ്നാക്സ് ആയാലും ഒക്കെ വരുന്ന വഴിക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാലും വേണ്ട, ഒരു 10 രൂപ കളയണ്ട, ഒരു 40 രൂപ ഒരു ജ്യൂസിന് കളയണ്ട, വീട്ടിലെത്തിയിട്ട് കുടിക്കാലോ എന്ന് കരുതി സ്വയം സാക്രിഫൈസ് ചെയ്ത്, അത് ഇഷ്ടത്തോടെയാണ്. ആൾക്കാർ പറയില്ലേ, അതുകൊണ്ടാണോ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോൾ കുടുംബത്തെ നോക്കിയിട്ടില്ലെങ്കിലും അവർ പറയില്ലേ, അങ്ങനെയാണോ? അല്ല, ഇഷ്ടത്തോടെ താല്പര്യത്തോടെ അറിഞ്ഞുകൊണ്ട് കൊണ്ടുവരികയും നോക്കുകയും നമുക്ക് വേണ്ടത് ചെയ്തു തരികയും ചെയ്യുന്ന ഈ ഒരു പെട്ട ആളുടെ അഭാവം ഒന്ന് ജസ്റ്റ് സങ്കല്പിച്ചു നോക്ക്. വലിയ ചേനയുടെയും വാഴയുടെയൊക്കെ തണ്ടങ്ങ് വെട്ടിയിട്ടാൽ എന്താ, തണ്ടങ്ങ് വെട്ടിയാൽ നിലമ്പൊത്തൂ. ഇത്തരത്തിലുള്ള ഒരവസ്ഥയായിരിക്കും എന്നാണ് ഒരു വലിയ പൂജ്യം. പിന്നെ അത് നമ്മളൊക്കെ ഇറങ്ങി മേക്കപ്പ് ചെയ്യും, ജ്യേഷ്ഠന്മാരായിട്ടോ നമ്മളായിട്ടോ ഇറങ്ങി അത് നികത്തും. പക്ഷെ അത് നികത്തുന്നതിൻ്റെയും അതിൻ്റെ തൊട്ട് മുന്നിൻ്റെയും ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതൊന്ന് ഇടയ്ക്ക് ആലോചിക്കണം. ഓരോരുത്തരും സ്വയം കുറച്ച് സമയമൊക്കെ ഒറ്റയ്ക്കിരുന്ന് സ്വന്തത്തെക്കുറിച്ച് ആലോചിക്കാൻ സമയം കണ്ടെത്തണം, സ്വന്തം കുടുംബത്തെക്കുറിച്ച് ആലോചിക്കാൻ സമയം കണ്ടെത്തണം. ഒരിക്കലിത് ചോദിച്ചപ്പോൾ ഒരു മോൻ പറയാണ്, ആ ഒരു ഗ്യാപ്പ്, ആ ഒരു ശൂന്യത എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ആ സ്റ്റേജിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിപ്പിൽ അങ്ങോട്ട് കരഞ്ഞു. കറക്റ്റ് 1 മാസമായിട്ടുള്ളൂ ഉപ്പ മരണപ്പെട്ടിട്ട്. അനിയത്തിക്കുട്ടികളെയും ഉമ്മയെയും കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നറിയാത്തൊരവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാ അവൻ പറഞ്ഞത്. കൂടുതൽ ഇങ്ങനെ ഇഷ്ടം തോന്നുമ്പോൾ, കൂടുതൽ ഇഷ്ടം തരുമ്പോൾ, കൂടുതൽ കെയറിങ് തരുമ്പോൾ, കൂടുതൽ നമ്മുടെ മേൽ സ്വാതന്ത്ര്യം കാണിക്കുമ്പോൾ, ഇതവർ ചെറുപ്പത്തിലെ അല്ലെങ്കിൽ വിവാഹം കഴിച്ച്
ഒരുമിച്ച് ഉപ്പയും ഉമ്മയും ദമ്പതികളായിട്ട് ജീവിക്കാൻ തുടങ്ങുന്ന സമയത്തെ തീരുമാനിച്ച കാര്യമല്ല. നമുക്കൊരു കുട്ടി ഉണ്ടായിട്ട് വേണം നമുക്ക് അവരെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ. എൻ്റെ കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, അതൊക്കെ അവരുടെ മേലിട്ടിട്ട് ഒന്ന് വളർത്താൻ. അങ്ങോട്ട് പോണ്ട ഇങ്ങോട്ട് പോണ്ട, അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട എന്നൊക്കെ പറയാൻ. നമ്മുടെയൊക്കെ ഒരു കുട്ടി ഉണ്ടായിട്ട് ആ കുട്ടിക്ക് പുറത്ത് വരട്ടെ, അവനങ്ങോട്ട് വളർന്ന് വലുതാവട്ടെ, എന്നിട്ട് വേണം എന്ന് പറഞ്ഞിട്ടാണോ ഇത് വികലാംഗനാണോ? അപ്പം ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാം, ചെവി കേൾക്കാനും സംസാരിക്കാനും കഴിയാത്ത കുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ്. അപ്പം നമ്മൾ നമ്മുടെ ഉമ്മയുടെ ഉപ്പയുടെയും വയറ്റിലുണ്ടാകുന്ന സമയത്ത്, ഉമ്മയുടെ വയറ്റിൽ നമ്മൾ കുഞ്ഞുവാവയിൽ രൂപം പ്രാപിക്കുന്ന സമയത്ത് അവർക്കറിയുന്നില്ല നമ്മൾ ഡഫാണോ ഡംബാണോ ബ്ലൈൻഡാണോ ഐഡി ആണോ ബുദ്ധിയുള്ളവരാണോ ഇല്ലാത്തവരാണോ ഒന്നും അറിയാതെയാണ് നമ്മളെ ഇവർ സ്നേഹിക്കാൻ തുടങ്ങിയത്. ആ സ്നേഹം ഇതുപോലെ തന്നെ അവർ ചൊരിഞ്ഞു തരുന്നുണ്ട്. പക്ഷേ അതിലൂടെ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ പലപ്പോഴും നമുക്ക് മനസ്സിലാകാത്തതിന് ചില കാരണങ്ങളുണ്ട്. അത് സ്വയം കുറച്ച് സമയം ഒന്ന് ഇരുന്ന് ആലോചിച്ച് ചിന്തിച്ച് കഴിഞ്ഞാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇപ്പം കണ്ടോ, ഇത്ര ആൾക്കാർ പറഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഏറ്റവും കാണാൻ ഇഷ്ടമില്ലാത്തയും, നേരത്തെ മോള് പറഞ്ഞതുപോലെ തന്നെ മിണ്ടാൻ ഇഷ്ടമില്ലാത്തയും കാണാൻ ഇഷ്ടമില്ലാത്തയും നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോഴേക്കും എന്തെങ്കിലും പറയാനായിരിക്കും, ഇനിയിപ്പോൾ എന്തെങ്കിലും ചൊറിയാനായിരിക്കും എന്ന് നമുക്ക് തോന്നുകയും ചെയ്യുന്ന ആൾക്കാരെയാണ് ഇതിലിപ്പോൾ ഇത്ര ആൾക്കാർ പറഞ്ഞത്. ഇനി നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും പറയാനുണ്ടാവുക, നിങ്ങളെ കയറി ഭരിക്കുന്ന, നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ വീട്ടിലെ ഈ 2 പേരെ കുറിച്ചോ അല്ലെങ്കിൽ എൽഡേഴ്സ് ആയവരെ കുറിച്ചോ ആയിരിക്കും. ഇഷ്ടം ഫ്രണ്ട്സിനെയാണ് അല്ലേ? കൂടുതൽ സമയം മിങ്കിൾ ചെയ്യാനും ഇരിക്കാനും സ്പെൻഡ് ചെയ്യാനും ആഗ്രഹിക്കുന്നതും എപ്പോഴും കാണാനൊക്കെ ആഗ്രഹിക്കുന്നത് അത് ഫ്രണ്ട്സിനെ മാത്രമാണ്. കാരണം അവർക്ക് ആ സമയത്ത് മാത്രം നമ്മളോട് ആ രീതിയിൽ സംസാരിച്ചാൽ മതി, നമ്മളെ മേൽ കമ്മിറ്റ്മെൻ്റ് ഒന്നും കാണേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ പേരൻസ് അങ്ങനെയല്ല. നമ്മളിനി അങ്ങോട്ട് എത്ര തന്നെ ചെയ്തു കഴിഞ്ഞാലും തിരിച്ച് 2 കൈയും നീട്ട് സ്വീകരിക്കാൻ തയ്യാറാവുക ഈ ഭൂമിയിൽ ഇവർ 2 പേരും മാത്രമാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, ഇഷ്ടം പോലെ. അതുകൊണ്ട് ഇവരുടെ വാല്യൂ മനസ്സിലാക്കി ഇവരോട് നമ്മൾ റെസ്പെക്റ്റ് കാണിച്ച് അവർക്ക് നമ്മുടെ ജീവിതത്തിൽ അവരുടെയും നമ്മളുടെയും ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാം. അത്രമാത്രം. കാരണം ഒരു 3 വർഷം മുന്നേ പ്രതീക്ഷിക്കാതെയാണ് എൻ്റെ ഉപ്പ പോയത്. അപ്പോൾ ഇപ്പോഴും എൻ്റെ കൂട്ടുകാരികളുടെയൊക്കെ കൂടെ അവർ ഉപ്പമാരൊക്കെ കൂടെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ സ്റ്റാറ്റസൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത കൊതിയാണ്. ഇനി കിട്ടൂല എന്നറിയാം, പക്ഷേ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് അത്രത്തോളം ഒന്നും മനസ്സിലാവില്ല. പക്ഷെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു അരക്ഷിതാവസ്ഥയാണ്. നമുക്ക് നമ്മുടെ ഭർത്താവും ഉമ്മയും മറ്റുള്ളവരൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ ഫീൽ ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു പക്ഷെ ഇപ്പോൾ ഒന്നും തോന്നിയിട്ടില്ലെങ്കിലും പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് ഈ 4ാമത്തെ ക്വസ്റ്റ്യനെ കുറിച്ചൊന്ന് കൂടുതൽ ഇരുന്ന് ആലോചിക്കുക, ചിന്തിക്കുക. ഫ്രണ്ട്സിൻ്റെ അടുത്തും നിങ്ങളുടെ മറ്റു ഫാമിലിയിലുള്ള കസിൻസിൻ്റെ അടുത്തൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റും ആദരവും അവർക്ക് കൊടുക്കേണ്ട സ്നേഹവും അവർക്ക് കൊടുക്കേണ്ട സാമീപ്യവും കൊടുക്കാൻ സമയവും സാന്നിധ്യവും സാഹചര്യവും കണ്ടെത്തുക. ഇങ്ങോട്ട് വരാൻ കാണിച്ച മനസ്സിന്, ഈ 4 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ കാണിച്ച മനസ്സിന് ഗ്രേറ്റ് അപ്ലോസ് കൊടുത്തോളൂ, കൈയടിച്ചോളൂ. ഓക്കെ. അപ്പോൾ ഉപ്പ പെട്ടെന്ന് നമ്മൾ ഒരു 20 മിനിറ്റ് കൊണ്ടാണ് ഒരു അസ്വസ്ഥതയും തിരിച്ച് ആംബുലൻസിൽ ഉപ്പൻ്റെ ബോഡി വീട്ടിലേക്ക് വരലും. 20 മിനിറ്റിൻ്റെ ഉള്ളിൽ എല്ലാം കഴിഞ്ഞു. അന്നത്തെ ദിവസവും സാധാരണ പോലെ തന്നെ നല്ല ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൂടുതൽ അങ്ങനെ പ്രായമായി എന്ന് നമ്മൾ പറയേണ്ടത്ര, കാരണം റിട്ടയർഡായി ഒരു 3 മാസമായിട്ടുള്ളൂ. റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് എനിക്കൊരു ലൈഫുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ഉമ്മയുടെ അടുത്തും നിൻ്റെയും കൂടി റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് എൻജോയ് ചെയ്യണടി എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം നമ്മളെന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ മാതാപിതാക്കൾ തരുന്ന ധൈര്യവും കരുത്തും ക്ഷമയും സഹനവും കൊണ്ടൊക്കെ തന്നെയാണ്. ആ ഉമ്മയുടെയും ഉപ്പയുടെയും ചൈതന്യമാകുന്ന വിത്ത് നമ്മുടെ ഉള്ളിലൊക്കെ കുടികൊള്ളുന്നത് കൊണ്ടാണ് നമ്മൾ ചിലയിടങ്ങളിലൊക്കെ സംയമനം പാലിക്കുന്നതും ചിലയിടത്തൊക്കെ നമ്മൾ
അടങ്ങി ഒതുങ്ങി നിൽക്കുന്നതും ചിലപ്പോഴൊക്കെ നമുക്ക് പ്രതികരിക്കാൻ തോന്നിയാലും വല്ലാതെ ഒന്നും പ്രതികരിക്കാൻ പോകാതെയൊക്കെ മാറി നിൽക്കുന്നതൊക്കെ വളർന്നു പടർന്നു പന്തലിച്ചൊരു വലിയ മാവ് ഇങ്ങനെ വിചാരിക്കുക, എന്നിൽ ഇത്രമേൽ മാങ്ങയുണ്ടാവാനും ഞാൻ ഈ എൻ്റെ താഴെ വന്നിരിക്കുന്നവർക്കും അതുപോലെ തന്നെ എന്നിൽ പഴങ്ങൾ കൊത്തി കഴിക്കാൻ വരുന്ന അണ്ണാനും പക്ഷികൾക്കും എല്ലാവർക്കും തണലും പഴങ്ങളും ഒക്കെ കൊടുക്കുന്നതും എന്നെ മറ്റുള്ളവർ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ഒക്കെ കാരണം ഞാൻ ഒന്നുകൊണ്ട് മാത്രമാണ്, എൻ്റെ പവർ കൊണ്ടാണ്, എൻ്റെ കരുത്ത് കൊണ്ടാണ്, എൻ്റെ കഴിവ് കൊണ്ടാണ് എന്നൊരു മാവ് ചിന്തിക്കുകയാണെങ്കിൽ അതിലെത്രത്തോളം ശരിയുണ്ട്? ശരിയാണോ? ശരിയാണോ? ആ മാവിനെ ആദ്യമായി കുഴിച്ചിട്ട സമയത്ത് അതിൻ്റെ വിത്തുണ്ടായിരുന്നു. ആ വിത്താണ് മണ്ണിലേക്ക് നമ്മൾ കുഴിച്ചിട്ടത്. ആ വിത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഈ ചൈതന്യമാകുന്ന നന്മയുടെ അംശങ്ങളാണ് ഇതിനെ ഇത്രത്തോളം വിശാലമാക്കുന്നത്. ആ വിത്തിന്റെ ഗുണങ്ങൾ കൊണ്ടാണ് ആ മാവ് അത്രത്തോളം വലുതായതും അത്രകാലം കായ്ക്കുന്നതും അത്രത്തോളം തണല് നൽകുന്നതും. ആ വിത്തിന്റെ ഗുണം കൊണ്ടാ. ആ വിത്ത് നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. നമ്മുടെ പാരൻസ് ആകുന്ന വിത്ത് നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. ആ ഉള്ളിലിരിക്കുന്ന വിത്തിനെ നമ്മൾ അറിയണം. വി വാണ്ട് ടു നോ ദ ഡിയർ ആൻഡ് നിയർ. ഈ ഡിയറിനെയും നിയറിനെയും അറിയുകയും അവരോട് കാണിക്കേണ്ട കടപ്പാടുകൾ കൊടുക്കുകയും ചെയ്താൽ പഠിച്ചോൻ അനുഗ്രഹം ഇങ്ങനെ ഇറക്കി തരും. നമുക്ക് തന്നെ അത്ഭുതപ്പെട്ടു, പഠിച്ചോൻ എങ്ങനെയാ ഇതൊക്കെ എനിക്ക് കിട്ടുന്നത് എന്ന്. അന്ന് ഉപ്പ മരണപ്പെട്ട അന്ന് രാത്രി ഞങ്ങൾ 5 മക്കളും നമ്മുടെ കുടുംബക്കാരെ ഒന്നടങ്കം നമുക്ക് തീരെ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. പിന്നെ പടച്ചവൻ്റെ വിധി അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിലേക്ക് അങ്ങ് നിന്നു കൊടുക്കുക എന്നുള്ളതല്ലാതെ ഇനി തിരിച്ചു വരില്ലല്ലോ എന്നുള്ളൊരു രീതിയിലുള്ള നമ്മളിങ്ങനെ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ടു വരികയാണ്. പക്ഷെ സമയമെടുക്കും. ആ ദിവസം രാത്രി തീരെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ, മാനസികാവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പണ്ഡിതൻ ഇങ്ങനെ വന്നു വീട്ടിലേക്ക്. എന്നിട്ട് ആ പണ്ഡിതൻ പറഞ്ഞു, എല്ലാവരും വിളിക്കാൻ പറഞ്ഞു. ഞങ്ങൾ 5 മക്കളെയും വിളിച്ചു. ഉമ്മക്ക് പിന്നെ പുറത്തേക്ക് വരാൻ പറ്റില്ലല്ലോ. അങ്ങനെ വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു, പഠിച്ചോനെ ഏറ്റവും ഇഷ്ടമുള്ള കുടുംബത്തിൽ നിന്ന് പഠിച്ചോനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെയാണ് പഠിച്ചോനെ ആദ്യം വിളിക്കുക. അപ്പം തന്നെ നമുക്കൊരാശ്വാസം. കാരണം നമ്മളെ ഉപ്പ പഠിച്ചോന് ഇഷ്ടപ്പെട്ട ഒരാളാണെന്നും നമ്മളെ കുടുംബം പഠിച്ചോന് ഇഷ്ടപ്പെട്ട ഒരു കുടുംബമാണ് എന്നാണ് ആദ്യം പറഞ്ഞത്. ഉപ്പ പോയിട്ടില്ല. ഉപ്പ ജീവിക്കണം നിങ്ങളിലൂടെ. എങ്ങനെയാ ജീവിക്കുക? കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട. വെറുതെ ഇങ്ങനെ ഫാൻ കറങ്ങുന്നത് കാണുമ്പോൾ ഓഫാക്കുക. വെള്ളം ഇങ്ങനെ പാഴായി പോകുന്നത് കാണുമ്പം അത് പൈപ്പൊന്ന് പൂട്ടി വെക്കുക. പാത്രങ്ങൾ അടക്കാതിരിക്കുന്നത് കാണുമ്പം അത് അടച്ചു വെക്കുക. ഉപ്പയുടെ കുടുംബക്കാർ വീട്ടിലേക്ക് വരുമ്പോൾ അവരെ നമ്മളുടെ ഉപ്പയുടെ കൂട്ടുകാരാണ്, കുടുംബക്കാരാണ് എന്നുള്ള പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ വളർത്താം. ഉപ്പ കൊടുത്തിരിക്കുന്ന രഹസ്യമായും പരസ്യമായും കൊടുത്തിരുന്ന ദാനധർമ്മങ്ങൾ തുടരാൻ പറ്റുമെങ്കിൽ തുടരുക. പിന്നെ എവിടെയാ ഉപ്പ പോയത്? നിങ്ങളുടെ ഉള്ളിലൂടെ ഇപ്പോഴും ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കൂലേ? സത്യം പറഞ്ഞാൽ അന്നൊരു വലിയ ആശ്വാസമാണ് തോന്നിയത്. അതിനുശേഷം ഉമ്മയുടെ അടുത്തും കൂടി ഇത് പോയി പറയുകയും ഉമ്മക്ക് അതിൽ നിന്ന് കിട്ടിയ ഊർജവും ചില്ലറയല്ല. പിന്നെ നമ്മൾ ബാത്റൂമിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ നമുക്ക് കാണാം പൊട്ടാൻ ഒരുങ്ങിയിരുന്ന ആ ഒരു ഷവറിൻ്റെ ടാപ്പിനെ ഉപ്പ നന്നാക്കി വൃത്തിയാക്കി മാറ്റി റീപ്ലേസ് ചെയ്തത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണാം മറ്റൊരു ഭാഗത്ത് ഉപ്പ ചെയ്തിട്ടുള്ളത്. ഒരു വീടിൻ്റെ മുക്കിലും മൂലയിലും എല്ലാ ഇടങ്ങളിലും നമ്മളിങ്ങനെ ഈ മനുഷ്യനെ കണ്ടുകൊണ്ടിരിക്കുക. മക്കളെ, അവര് പോയാ പിന്നെ ഏത് ഭാഗമെന്നില്ല. നമ്മൾ ഓൾ റൗണ്ട് ഫിസിക്കലി, മെൻ്റലി, സോഷ്യലി എല്ലാ കാര്യങ്ങളിലും നമ്മളൊരു അൺസ്ട്രക്ചേർഡ് ആയതുപോലെ ഇങ്ങനെ ഫീൽ ചെയ്യും. അപ്പോഴാണ് അതിൻ്റെ ഒരു അരക്ഷിതാവസ്ഥ നമുക്ക് തോന്നി തുടങ്ങാം. അതുകൊണ്ട് ഉമ്മയാവട്ടെ ഉപ്പയാവട്ടെ അവരെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാം. ഇവരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കിക്കൊണ്ടാണ് നാം ജീവിക്കേണ്ടത്. നമ്മുടെ മുന്നിൽ ഒരു മഹത്തായ ടെക്സ്റ്റ്
ടെക്സ്റ്റ് ഉണ്ട്. ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ടെക്സ്റ്റും നോട്ടും തമ്മിലുള്ള വ്യത്യാസം? ടെക്സ്റ്റും നോട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ടെക്സ്റ്റ് എന്തിനാ ഉപയോഗിക്കാം? വായിക്കാനും റെഫർ ചെയ്യാനും പഠിക്കാനും ഒക്കെ. നോട്ടോ ടെക്സ്റ്റിലുള്ളത് നോക്കി അതൊന്ന് വായിച്ച് പഠിച്ചൊരു കുറിപ്പ് പോലെ നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് എഴുതി വെക്കാൻ. ടെക്സ്റ്റ് ഈസ് മീൻ ഫോർ റെഫറൻസ് അല്ലേ? നമ്മുടെ ജീവിതത്തിലെ പരമമായി നമ്മുടെ മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട്. അതേതാ? എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഇടപഴകണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, ഏത് രീതിയിൽ വെള്ളം കുടിക്കണം, എങ്ങനെ സമ്പാദിക്കണം, ഏതൊക്കെയാണ് കഴിക്കേണ്ടത്, ഏതാ കഴിക്കാൻ പാടില്ലാത്തത്. ആ ടെക്സ്റ്റ് ഏതാ? പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനാകുന്ന ടെക്സ്റ്റ് അനുസരിച്ച് കൊണ്ട് ജീവിച്ച് കാണിച്ചു തന്ന ഒരു ഗുരു നമ്മുടെ മുന്നിലുണ്ട്. ജീവിച്ചു മരിച്ചു കഴിഞ്ഞ ആ മഹാനായ ഗുരു ആരാ? സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കാണിച്ചു തന്ന കുറേ പാഠങ്ങളുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്ന സമയത്ത് മിതമായി മാത്രമേ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇങ്ങനെ തൊട്ടടുത്ത് പോയിരുന്നാൽ അദ്ദേഹം പറയുന്ന വാക്കുകൾ എത്ര എണ്ണമാണ് എന്ന് നമുക്കിങ്ങനെ വിരലിൽ എണ്ണാമായിരുന്നു എന്നുള്ളത്. പതിഞ്ഞ സ്വരത്തിൽ മിതമായി സംസാരിക്കുന്ന ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ സംസാരം, നമ്മുടെ വീട്ടിലെ മാതാപിതാക്കളോടുള്ള നമ്മുടെ സംസാരം അങ്ങനെ തന്നെ ആവേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിലെ പ്രായമായവരോടുള്ള സംസാരം, വൃദ്ധരോടുള്ള സംസാരം, മുതിർന്നവരോടും താഴ്ന്നവരോടും ഉള്ള സംസാരം ഇതുപോലെ തന്നെ ആവേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഓരോ കാര്യം എടുത്തു നോക്കുകയാണെങ്കിലും നമ്മുടെ പേഴ്സണാലിറ്റിയെ എവിടെയെങ്കിലും നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ചില തീരുമാനങ്ങൾ, അവരുടെ ചില അഭിപ്രായങ്ങൾ, അവരുടെ ചില കമൻസ് നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ വരികയുള്ളൂ എന്ന് നമ്മളോട് ഉറപ്പ് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താ? നമ്മളെക്കാൾ ചുരുങ്ങിയത് ഒരു 20 കൊല്ലെങ്കിലും അവർ ജീവിച്ചിട്ടുണ്ടാവും. ചില കാര്യങ്ങൾ നമ്മൾ പറയും, നിങ്ങൾക്കൊന്നും അറിയാത്തതുകൊണ്ട് പറയാണ്. ശരിയാണ്, അവർക്ക് ടെക്നോളജി അറിയില്ല, പുതിയ കാലഘട്ടത്തെക്കുറിച്ച് അറിയില്ല, അവർക്കൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും, നിങ്ങളെന്താ പറയണത്, നിങ്ങൾ ഇക്കാലത്തൊന്നും അല്ല ജീവിക്കുന്നത്, അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ്. പക്ഷേ നമ്മേക്കാൾ വിവരമില്ലെങ്കിലും വിവേകം എന്ന് പറയുന്ന ഒരു അന്തമുണ്ട്. അന്തം എന്ന് പറയും നാടൻ ഭാഷ പറഞ്ഞ, അത് അവർക്കുള്ളത് കൊണ്ടാണ് ഈ സമയത്ത് നീ അത് ചെയ്യേണ്ട, ഇപ്പം നീ അങ്ങനെ പോണ്ട, ഇപ്പം നിനക്കതിന് പ്രായമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ചില സമയങ്ങളിൽ നമ്മളെ ഇങ്ങനെ തിരുത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരൻ, അവൻ്റെ ഉമ്മയും ഉപ്പയും അവനും അനിയനും ഫാമിലിയും, ഇത്ര ആൾക്കാരാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. PSC ലിസ്റ്റിൽ അവൻ വന്നു, അവൻ്റെ അനിയനും വന്നു. പോലീസ് ലിസ്റ്റിലാണ്. അവൻ്റെ അനിയൻ അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞ് ആ റാങ്ക് കഴിഞ്ഞ് ഒരു 8ഓ 10ഓ കുറച്ച് മുന്നെയാണ്, 8ഓ 10ഓ റാങ്ക് കഴിഞ്ഞിട്ടാണ് അവൻ്റെ റാങ്ക് വരുന്നത്. അനിയൻ്റേത് കഴിഞ്ഞ് ഒരു 5 എണ്ണം കൂടി വിളിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ലിസ്റ്റ് ക്യാൻസലായി. അനിയൻ്റെ ഫാമിലി നല്ല സെറ്റിൽഡായി, അവന് ഗവൺമെൻറ് ജോലിയായി. അവൻ്റെ വൈഫ് കുറച്ച് കുതന്ത്രമൊക്കെ ഉള്ള ആളായതുകൊണ്ട് അവൻ്റെ വൈഫ് ആ വീട്ടിൽ നല്ല മരുമകളായിട്ട് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അനിയൻ എന്തെങ്കിലുമൊക്കെ സാധനം കൊണ്ടുവന്നാൽ വൈഫ് അത് വാങ്ങിയിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് എല്ലാവരും കാണാൻ ഡൈനിങ് ടേബിളിൽ കുറച്ച് സമയം വെക്കും. ഫ്രൂട്ട്സ് ആണെങ്കിൽ ഫ്രൂട്ട്സ്, എന്നിട്ട് ഇതിലെ പോണോലൊക്കെ ഇതാര് കൊണ്ടുവന്നാൽ അത് ഇവർ കൊണ്ടുവന്നു, അത് ഇക്കാക്ക കൊണ്ടുവന്നാൽ അത് ഇക്കാക്ക. ഇത് ജ്യേഷ്ഠൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെ ഒരു കുതന്ത്രമൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു സംഭവം, അങ്ങനെ പല തരത്തിൽ ആ ഫാമിലിയിൽ ഇദ്ദേഹം ഒരുപാട് മെച്ചപ്പെട്ട അവസ്ഥയിലും ഇവളുടെ ഭാര്യയാണെങ്കിൽ ഈ ഒരു രീതിയിലും ജീവിച്ച് ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ ഭാര്യ ഒന്നും അല്ലാത്തൊരവസ്ഥയിലായി. എല്ലാവർക്കും അവരെ ഇഷ്ടം, ഉമ്മക്കും ഉപ്പക്കും കൂടുതൽ അവരെ ഇഷ്ടം എന്ന് ഇവർക്ക് തോന്നുകയാണ്. എന്തായാലും അവസാനം കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ജോലി സൗകര്യാർത്ഥം അനിയനും ഭാര്യയും അവിടെ നിന്ന് വീട് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോയി. ആഴ്ചയിൽ ഒരിക്കൽ വരും ഉമ്മയുടെ ഉപ്പയുടെ അടുത്ത്, കൈ നിറയെ സാധനങ്ങളായിട്ട് ഇങ്ങനെ വരും. ആഴ്ചയിൽ ഒരിക്കലും മാത്രം വരിക, വൈകുന്നേരം വരെ അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കഴിച്ചിട്ട് അവർ
വൈകുന്നേരം ആകുമ്പോൾ പിരിയും. ഇവിടെ കൂടുതൽ കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല, അവരെ നോക്കേണ്ട ആവശ്യമില്ല. അവരെ നോക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഈ മൂത്ത ജ്യേഷ്ഠനും ഭാര്യയും മാത്രം. മൂത്ത ജ്യേഷ്ഠൻ ഒരു 30 ലക്ഷം രൂപയായിട്ട് ഗൾഫിൽ നിന്ന് വന്നതാ. വീടുണ്ടാക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു, നീ വീടുണ്ടാക്കല്ലേ, നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഉപ്പക്കും ഉമ്മക്കും പ്രയാസവും, കാരണം അവർക്ക് നീയാണ് പിന്നെ കൂടുതൽ അവരെ കെയർ ചെയ്യാൻ പറ്റിയത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചപ്പോൾ തൽക്കാലം എന്നാൽ വീടുണ്ടാക്കണ്ട എന്നുള്ള രീതിയിൽ അവർ അവിടെ തന്നെ താമസാക്കുകയും ചെയ്തു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഉപ്പക്ക് ട്യൂമർ വന്നു, കുറച്ച് സീരിയസ് ആയി, കിടപ്പിലായി, തീരെ ഒന്നിനും പറ്റാത്ത അവസ്ഥയിലായി, ഒരു അവസ്ഥയിൽ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കാം. ഉമ്മ ഉപ്പയെ കെയർ ചെയ്യുന്നുണ്ട്, പക്ഷെ ഉമ്മയുടെ ഹെൽത്ത് കുറഞ്ഞു, ഉമ്മക്ക് കൂടുതൽ കെയറിങ് കൊടുക്കാൻ പറ്റാത്ത കണ്ടീഷനിലായി. ഉമ്മയും ഉപ്പയും ഇദ്ദേഹവും ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബം ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപ്പക്ക് ചില സമയത്ത് അദ്ദേഹത്തിൻ്റെ മലമൂത്ര വിസർജ്യങ്ങളൊക്കെ കിടക്കുന്നിടത്താണ്. അദ്ദേഹം പല സമയങ്ങളിലായിട്ട് ഒരു കൺട്രോൾ ഇല്ലാത്തൊരവസ്ഥയിലായി. ബാക്കി കാര്യങ്ങളൊക്കെ വൈഫ് ഒരു പക്ഷേ കുട്ടികളെ ബസ്സിലേക്ക് അയക്കാൻ വേണ്ടി പുറത്തേക്ക് രാവിലെ 9 മണിയാകുമ്പോഴേക്ക് റോഡിൽ താഴെ ബസ് വരും. സ്കൂൾ ബസ്സിലേക്ക് പോകുന്ന സമയത്തായിരിക്കും ഉപ്പക്ക് പിന്നെ അദ്ദേഹത്തിൻ്റെ ബെഡും ബെഡ്ഷീറ്റും ഒക്കെ മാറ്റേണ്ട അവസ്ഥ വരിക. ബസ് വരുന്ന കുട്ടികൾ അതിൽ കയറ്റി ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ കഴിഞ്ഞിട്ടേ അവൾ ഇങ്ങോട്ട് എത്തുള്ളൂ. അപ്പം ഈ മകൻ തന്നെ അദ്ദേഹത്തിൻ്റെ മലമൂത്ര വിസർജ്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങി. ഒരു മടിയും കൂടാതെ ഉപ്പയെയും ഉമ്മയെയും കെയർ ചെയ്തുകൊണ്ട് പടച്ചവനിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. നല്ലൊരു ജോലിയിൽ എത്ര നോക്കിയിട്ടും എത്തിപ്പെടുന്നില്ല. വീണ്ടും ഒരു ലിസ്റ്റ് വന്നു. ആ ലിസ്റ്റിൽ കുറേ ബാക്കിലായിപ്പോയി. അങ്ങനെയും പഠനം തുടരുന്നുണ്ട്. പ്രൈവറ്റ് കമ്പനികളിൽ അതും നോക്കുന്നുണ്ട്. എവിടെയും രക്ഷയില്ലാതെ ഡിപ്രഷനായി. അങ്ങനെയാണ് എൻ്റെ അടുത്ത് വരുന്നത്. എന്നോട് പറഞ്ഞു, എനിക്കിഷ്ടപ്പെട്ട കാര്യം ഒരൊറ്റ കാര്യം, അതാണ് എനിക്കിപ്പോൾ ചെയ്യാൻ തോന്നുന്നത്. എന്താണെന്ന് വെച്ചപ്പോൾ പോവാം, എങ്ങോട്ടാ എന്നില്ലാതെ അങ്ങോട്ട് പോവുക, അതാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പോയിട്ട് തിരുവനന്തപുരം വരെ എത്തി. തിരുവനന്തപുരം പിന്നെ ഇങ്ങനെ പൊള്ളാച്ചി വഴി പോയിട്ട് ഇങ്ങനെ ഒരു റൂട്ടൊക്കെ മാപ്പൊക്കെ അവൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. തിരുവനന്തപുരം എത്തിയപ്പോൾ ഡിപ്രഷൻ്റെ അളവ് ഇങ്ങനെ കൂടി, വല്ലാത്ത അവസ്ഥയിലായി. കാരണം ചെസ്റ്റിൽ ഹെവിനെസ് ഫീൽ ചെയ്യാൻ തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരം നടക്കാൻ തുടങ്ങി, ഭക്ഷണം ഒരുപാട് കഴിക്കണമെന്ന് തോന്നി. അപ്പോൾ അവന് നമ്മളെ തന്നെ വീണ്ടും വിളിച്ചു. അവിടെ തന്നെയുള്ള ഒരു സൈക്യാട്രീനെ, ആ തിരുവനന്തപുരം ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ സൈക്യാട്രീനെ അപ്പം തന്നെ കാണിച്ചു. മരുന്നും ഗുളികകളും മറ്റ് അഡ്വൈസൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ആ സജഷനും വാങ്ങിയിട്ട് അവൻ തിരിച്ചു വീട്ടിലേക്ക് വരികയാണ്. തിരിച്ചു വീട്ടിലേക്ക് എത്തി കറക്റ്റായിട്ട് ഗുളികയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, എല്ലാം കഴിഞ്ഞ് നോർമലായി. ഒരു 2 ആഴ്ച കഴിഞ്ഞ് അവനിങ്ങനെ നടന്ന് ചെന്നിട്ട് നമ്മളറിയപ്പെടുന്ന കുറച്ച് ദൂരെയുള്ള ഒരു ടൗണിൽ ഒരു വലിയ കമ്പനിയുണ്ട്. ആ കമ്പനിയിലേക്ക് അങ്ങ് കയറി ചെന്നു. എനിക്കൊരു ജോലി തരുമോ? ജോലിയോ? എന്ത് ജോലി ചെയ്യും? എന്ത് ജോലിയോ ഞാൻ ചെയ്യും. ഫീൽഡിൽ പോവാം, ഡ്രൈവ് ചെയ്യും, ഓഫീസ് വർക്ക് ചെയ്യോ, ഓഫീസ് വർക്കും ചെയ്യും. എന്ത് ജോലിയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്യും. അങ്ങനെ അതൊരു വലിയൊരു കമ്പനിയാണ്. ഒരുപാട് പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീൽഡ് വർക്കുള്ളൊരു കമ്പനിയാണ്. നീ ഡ്രൈവും ചെയ്യേണ്ട, ഫീൽഡ് വർക്കും ചെയ്യേണ്ട. ഇവിടുത്തെ സീനിയർ അക്കൗണ്ടൻറ്റ് കഴിഞ്ഞ ദിവസം ഗൾഫിലേക്ക് പോയി. ആ വലിയ പോസ്റ്റ് അവിടെ ഒഴിഞ്ഞു കിടക്കാണ്. ആ ഒഴിവിലേക്ക് നീ നാളെ തന്നെ വന്ന് ജോയിൻ ചെയ്യണം. വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയൊന്നുമല്ല, പക്ഷേ കുറച്ച് അകലെയാണ്. വേണമെങ്കിൽ നിൽക്കാം, വേണമെങ്കിൽ പോരാ. ആ കണ്ടീഷനിൽ അവന് ഇവിടെ ഫുഡും അക്കോമഡേഷനും ജോലിയും. എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. അത്ര അത്ഭുതം. പിറ്റേ ദിവസം മുതൽ ലക്ഷങ്ങളും കോടികളും കൈകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന, കൈകളിലൂടെയല്ല ഇപ്പോൾ ഒക്കെ ഓൺലൈൻ വഴിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ വലിയ കമ്പനിയുടെ ഏറ്റവും വലിയ പോസ്റ്റിലേക്ക് അവൻ അപ്പോയിൻറ്റഡ് ആവാണ്. 2 ആഴ്ച കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താ സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. കാരണം താഴെ ഇങ്ങനെ കമ്പനിയുടെ താഴെ മുറ്റത്ത് കുറേ ആൾക്കാരിങ്ങനെ CV ആയിട്ട് വരിക്ക് കാത്തിരിക്കുന്നുണ്ട്. ഇന്നിവിടെ ഒരു ഇൻ്റർവ്യൂ നടക്കാൻ പോവാണ് ചില പോസ്റ്റുകളിലേക്കുള്ള. ഞാൻ എൻ്റെ CV വരെ ഇതുവരെ ഇവിടെ കൊടുത്തിട്ടില്ല. എനിക്കെന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം, മാതാപിതാക്കളോടുള്ള കോപം അള്ളാഹുവിൻ്റെ കോപമാണ്. മാതാപിതാക്കളോടുള്ള തൃപ്തി അള്ളാഹുവിൻ്റെ തൃപ്തി. അതോടൊപ്പം തന്നെ മാതാപിതാക്കളോട് എന്തെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ പടച്ചോൻ ഇഹലോകത്ത് വെച്ച് തന്നെ ശിക്ഷ കൊടുക്കുന്ന പറഞ്ഞത്. മാതാപിതാക്കളോട് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ നന്മ പടച്ചോൻ ഇവിടെ വെച്ച് തന്നെ കൊടുക്കുന്നുണ്ടാവാം. അത്രമാത്രം നീ ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹം
ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മാനേജർ ഫോൺ ചെയ്യാണ്, അതിൻ്റെ ആ കമ്പനിയുടെ ഓണർ, നീ ഒന്ന് വീട്ടിലേക്ക് വാ. വീട്ടിലേക്ക് ചെന്നു. വണ്ടി ഓടിക്കുമെന്ന് വെച്ച് അതിലെ അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ, കൊട്ടാരം പോലെയുള്ള വീടാണ് അത്ര, ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ട് ഒരു ഏറ്റവും പുതിയ വണ്ടി കിടക്കുന്നുണ്ട്. ആ വണ്ടി അവനോട് ഓടിക്കുമെന്ന് വെച്ച് അവന് ഞാൻ ഓടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കുറച്ച് ദൂരെ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഗിയർ ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ ആ വണ്ടിയുടെ ഗിയറിൻ്റെ തൊട്ടടുത്തായിട്ട് നല്ലൊരു അടിപൊളി പുതിയ മോഡൽ ഒരു വാച്ച് കിടക്കുന്നുണ്ട്. കോസ്റ്റ്ലിയാണ്, നല്ല കോസ്റ്റ്ലിയാണ്. ആ വാച്ച് അവനിങ്ങനെ ജസ്റ്റ് മേലേക്ക് എടുത്തു വെച്ചു. കൈ ഇങ്ങനെ തട്ടിയപ്പോൾ മേലേക്ക് എടുത്തു വെക്കുമ്പോൾ അവൻ പറഞ്ഞു, നല്ല വാച്ചല്ലേ. യാത്ര കഴിഞ്ഞ് തിരിച്ചിറങ്ങി അവർ പിരിയാൻ സമയത്ത് ഈ വാച്ച് എടുത്തിട്ട് മാനേജർ അവനെ കൊടുത്തു. പിന്നത്തെ പ്രാവശ്യം അവനെ കാണുമ്പോൾ അവൻ്റെ കയ്യിൽ ആ വാച്ചുണ്ട്. എൻ്റെ ലൈഫിൽ എനിക്ക് എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഞാൻ ഇടയ്ക്ക് എന്നെ ഇങ്ങനെ നുള്ളി നോക്കുന്നാ പറഞ്ഞത്. സ്റ്റാറ്റസ് ഉണ്ട്, സാലറിക്ക് സാലറി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഹൈ സ്റ്റാറ്റസിൽ നല്ല ക്യാബിൽ നല്ല സിസ്റ്റം നല്ല ഫോണും നല്ല സാലറിയും എല്ലാമായി എല്ലാവരുടെ മുന്നിലും പറയാൻ പറ്റിയ രീതിയിൽ നല്ല ക്വാളിറ്റി ലൈഫ് ഇപ്പം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് പഠിച്ചോൻ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് വച്ചത് നമുക്കറിയില്ല. പക്ഷേ നമ്മുടെ ചില ചെയ്തികൾ കൊണ്ട് നമുക്ക് കിട്ടാനിരിക്കുന്ന ഭാഗ്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മക്കളെ, നിങ്ങളോടായിട്ട് ചിലത് പറയാനുണ്ട്. കാരണം നമ്മൾ പെൺകുട്ടികളാണ്, സ്ത്രീകളാണ്, ഭംഗിയുള്ളവരാണ്. പഠിച്ചോ നല്ല ഭംഗിയിൽ തന്നെയാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് നമ്മുടെ ശരീരഭാഗങ്ങൾ, സൗന്ദര്യ ഭാഗങ്ങൾ സംരക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പുരുഷന്മാരോട് നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്തിയിടട്ടെ എന്നും പറഞ്ഞിട്ടുണ്ട്. ആ ലൈഫിൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ട് ഒരു പക്ഷേ നമ്മുടെ മനസ്സുകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില അട്രാക്ഷനൊക്കെ തോന്നിച്ചേക്കാം. ചിലപ്പോഴൊക്കെ നമ്മൾ ആരോടും പറയാതെ ചിലതിൽ കമ്മിറ്റഡായി പോയിട്ടുണ്ടാവാം. പക്ഷേ നമ്മുടെ പേരൻസ് അറിയാതെ എന്തെങ്കിലും ചെയ്യുകയും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അവർ ജീവിച്ചിരുന്നോളണം എന്നില്ല. അതാ എൻ്റെ ഫ്രണ്ട് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അവളോട് കഴിയുന്ന പോലെ പറഞ്ഞതാ, നീ ഇതിന് പോകല്ലേ, ഇത് ബുദ്ധിമുട്ടാവും. പാരൻസ് പറഞ്ഞു. അവളുടെ പഠനം പോലും മാറ്റിവെച്ചിട്ട് അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ നടക്കുകയും അവളുടെ പേപ്പേഴ്സൊക്കെ ചിലതൊന്നും അവൾക്ക് കിട്ടാതാവുകയും അവസാനം അവളുടെ ഇഷ്ടത്തിന് വേണ്ടി, കാരണം നീ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എൻ്റെ എല്ലാ തെറ്റുകളും മാറ്റിവെക്കും, എൻ്റെ എല്ലാ തിന്മകളിൽ നിന്നും ഞാൻ മാറി നിൽക്കും, എന്നെ പിന്നെ ഏറ്റവും നല്ലൊരു മനുഷ്യനായിട്ട് ഞാൻ ജീവിക്കും, പക്ഷെ നീ കൂടെ ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ എനിക്ക് കഴിയില്ല, അല്ലെങ്കിൽ ഞാൻ പിന്നെയും ഭീഷണിയാണ് പലതരത്തിലുള്ള, പിന്നെ ഞാൻ പഴയതുപോലെ ആകും കേട്ടോ എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ അവസാനം മാതാപിതാക്കൾക്ക് അവളുടെ ഇഷ്ടത്തിന് നിന്നു കൊടുക്കേണ്ടി വരികയും അവരുടെ ഇഷ്ടങ്ങൾ സാധിക്കുകയും ശേഷം ഭാവി കാലത്തിൽ തീരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവളുടെ ജീവിതം താറുമാറാവുകയും ചെയ്തു. ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക്. അപ്പം നമ്മൾ വിചാരിക്കും ഉപ്പയും ഉമ്മയൊക്കെ ഇല്ലേ? അതെ, ഉപ്പയും ഉമ്മയൊക്കെ ഉണ്ട്. പക്ഷേ ആ ഉമ്മ 1, 2, 3 മക്കളെയൊക്കെ ഗർഭിണിയായി ഇവൾ 3ാമത്തെ ഗർഭം ധരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ ഉമ്മക്ക് യൂട്രസിൽ ക്യാൻസർ വന്നിട്ട് മരണപ്പെടുകയാണ്. ഉപ്പ വേറെ വിവാഹം കഴിക്കുകയാണ്. ആ വിവാഹത്തിൽ ആ ഫാമിലിയുമായിട്ട് വല്ലാതെ യോജിച്ചു പോകാത്ത അവസ്ഥയിലുള്ള ഒരു സ്ത്രീയാണ് അവിടേക്ക് വരുന്നത്. പിന്നെ അവൾക്ക് ചോദിച്ചു ചെല്ലാനോ പറയാനോ ഒരാളുമില്ലാത്ത അവസ്ഥയിൽ ഒരു ചെറിയൊരു ക്ലറിക്കൽ പോസ്റ്റിലേക്കെങ്കിലും കയറണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻ പോലും അവളുടെ കയ്യിലില്ലാത്ത രൂപത്തിൽ, ലൈഫിലൊന്നും അല്ലാത്ത അവസ്ഥയിൽ ഒരു നിത്യരോഗിയായി മാറി ഇരിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മളിങ്ങനെ ബാക്കോട്ട് ഇങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് ആലോചിക്കാൻ പറ്റും, നമുക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് ചിലതിനെ നമ്മൾ തള്ളിക്കളഞ്ഞത്, എവിടെയൊക്കെയാണ് ചിലത് നമ്മൾ നമ്മുടെ ജീവിതത്തോട് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിന് പടച്ചോന് ഫലം തന്നിട്ടുണ്ടാവും. നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് പാഠം തന്നിട്ടുണ്ടാവും. സോ ബന്ധങ്ങൾ കീപ്പ് ചെയ്താൽ നമുക്ക് വളരാം, ബന്ധങ്ങൾ ബ്രേക്ക് ചെയ്താൽ നമ്മൾ തകരും. കീപ്പ് ചെയ്യേണ്ട ബന്ധങ്ങളെ കീപ്പ് ചെയ്തുകൊണ്ടും ബ്രേക്ക് ചെയ്യേണ്ട ബന്ധങ്ങളെ ബ്രേക്ക് ചെയ്തുകൊണ്ടും മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ നമ്മളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ആൾക്കാരുടെ കൂടെ തന്നെ അവരറിയാത്ത ഒരു രഹസ്യവുമില്ല, അവരോട് പറയാൻ പാടില്ലാത്തതൊന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ എല്ലാം അവരുടെ മുന്നിൽ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, നമ്മൾ തുറന്നിരിക്കണം.
തുറന്ന മനസ്സുമായിട്ട് അവരോട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയണം. നമ്മുടെ എന്തെങ്കിലും വിഷാദമോ പ്രയാസമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എന്നുള്ളത് ഒരു പക്ഷേ അവർക്ക് മനസ്സിലാവില്ല. തുറന്നു പറഞ്ഞാൽ മാത്രമേ അത് മാറുള്ളൂ. ചില സമയങ്ങളിൽ നിങ്ങൾ കൂടുതൽ ഡിപ്രസ്ഡ് ആയേക്കാം, ചില സമയങ്ങളിൽ നിങ്ങൾ കൂടുതൽ ഹൈപ്പർ ആയേക്കാം. നിങ്ങളുടെ തോട്ട് എന്തായിക്കോട്ടെ അത് നിങ്ങളുടെ പാരൻസുമായിട്ട് ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാം. ഇനി നമ്മുടെ ഫാമിലിയിൽ വരുന്ന മറ്റ് ചില ആൾക്കാരാണ് നമ്മുടെ ഗ്രാൻഡ് പാരൻസ് എന്ന് പറയുന്നവർ. ഗ്രാൻഡ് പാരൻസ് നിങ്ങൾ നോക്ക്, നമ്മളെ ഗ്രാൻഡ് പാരൻസും നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുട്ടികളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം എൻ്റെ വീട്ടിൽ 3.5 വയസ്സായ മോളുണ്ട്. ഞാൻ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരൂല, ഇങ്ങോട്ട് വാ മോളെ എന്ന് പറഞ്ഞാൽ നേരെ തിരിഞ്ഞു പോവേ ഉള്ളൂ. പക്ഷേ എൻ്റെ വീട്ടിൽ 70 ചില്ലാനും പ്രായമായ ഭർത്താവിൻ്റെ ഉമ്മ ഉണ്ട്. മോളും ഇങ്ങോട്ട് വന്ന് നോക്കിയാൽ അമ്മ ഒരു സാധനം കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങ് വരും. ഞാൻ ഒരു മിനിറ്റ് അടങ്ങിയിരിക്കൂല എന്ന് അവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1 മണിക്കൂർ ഉമ്മയുടെ തൊട്ടടുത്ത് കസേരയിൽ ഇരുത്തിയിട്ട് അടക്കിയിരുത്താൻ ഉമ്മക്ക് പറ്റും. അത് അമർത്തി ദേഷ്യം പിടിച്ചിട്ട് അടക്കിയിരുത്തല്ല. എങ്ങനെയാ? ഉമ്മ ആ കോഴി ഉണ്ടല്ലോ, ആ പുഴുവിനെ കൊത്തിയപ്പോൾ ആ പുഴുവിൻ്റെ കണ്ണ് പൊട്ടി, പിന്നെ ആ പുഴുവിൻ്റെ കുഞ്ഞ് വന്നപ്പോൾ കുഞ്ഞിന് പുഴുവിനെ കാണുന്നില്ല എന്ന് കുഞ്ഞിങ്ങനെ കൗതുകത്തോടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. 1 മണിക്കൂറോളൊക്കെ കുട്ടി ഇങ്ങനെ അടക്കി ഇരുത്തി കഥ പറഞ്ഞ് ഇത് പടച്ചവൻ വലിയൊരു കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ വലിയ തലമുറയും ചെറിയ തലമുറയും തമ്മിലുള്ള ഈ ഒരു കമ്മ്യൂണിക്കേഷനാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ അടുത്ത് ഇവർക്ക് ഇരിക്കാൻ പറ്റുന്നത്. സോ നമ്മുടെ വീട്ടിലുള്ള ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് ഇരിക്കാൻ കൂടുതൽ സമയം നമ്മൾ കണ്ടെത്തണം. അതിലൂടെ നമ്മളിലേക്ക് കുറേ എനർജി ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അവർ മറന്നെന്നിരിക്കും. മറക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കേണ്ട. ഒരു 50-55 വയസ്സൊക്കെ ആയി തുടങ്ങുമ്പോൾ തലച്ചോറിലെ ഞരമ്പുകൾ ഇങ്ങനെ ക്ഷയിച്ചു തുടങ്ങും. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പറയുന്നുണ്ടാവും രാവിലെ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് ഇന്ന് രാത്രി പോവിട്ടോ എന്ന്. ഉച്ചക്ക് നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അല്ല മാനേജ് എങ്ങട്ടാ മാറ്റുന്നത് ഒരുങ്ങുന്നത്? അപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് പോവാനുണ്ട് എന്നുള്ളത്? ഞാൻ കേട്ടിട്ടില്ലല്ലോ, എന്നോട് ആരും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം ഞാനല്ലായിരുന്നു ഉമ്മമ്മ നേരത്തെ പറഞ്ഞത്? വീണ്ടും നമ്മൾ രാത്രിയായി ആ യാത്രക്ക് വേണ്ടി ബാഗൊക്കെ എടുത്ത് ഇറങ്ങുമ്പോൾ വീണ്ടും ഇതേ ചോദ്യം വരും. അപ്പം നമുക്ക് പിന്നെയും ദേഷ്യം വരും. നമ്മളും ആ ഒരു അവസ്ഥയിലെത്തുമ്പോൾ നമ്മുടെ തലച്ചോറും ഇതേപോലെയാണ് പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ ഇവരെ മാറ്റി നിർത്താതിരിക്കുക. പുതിയ തലമുറ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പഴയ തലമുറയെ. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊരു ജനറൽ സെൻസസ് നമ്മൾ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യങ് ആയിട്ടുള്ള ആൾക്കാർ ഒരു 30 to 50 വരെയുള്ള ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്, പ്രായമായവരുടെ എണ്ണം കുറവുമാണ്. ഓരോ വീടുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ 30, 40, 10, 20 ഒക്കെ വയസ്സുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഉമ്മയുപ്പമാരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടാവാം. പക്ഷേ വല്യാപ്പനും വല്യമ്മനും ഒരു മൂലക്കാക്കിയിട്ടുണ്ടാവും. ടൂറ് പോണത് അവരോട് പറയില്ല, ചില കാര്യങ്ങൾ അവരോട് ചർച്ച ചെയ്യൂല, ചില കാര്യങ്ങൾ അവരെടുത്ത് പറയുന്നല്ല, തമാശ കൂടൂല. അവരും കുറേയൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ചിലതൊക്കെ എല്ലാത്തിനും എതിർക്കാനും ഇതാക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ട് തന്നെയാണ്. ഇവരങ്ങ് മാറ്റി നിർത്തി AK രാമാനുജൻ്റെ ഫാദർ റിട്ടേൺസ് ഹോം, ഞങ്ങളുടെ ഡിഗ്രി കാലഘട്ടത്തിൽ പഠിപ്പിച്ച അധ്യാപകനാണ് ഇവിടെ ഇരിക്കുന്നത്. ആ കവിതയിൽ പറയുന്നുണ്ട്, അച്ഛൻ രാത്രി ജോലി കഴിഞ്ഞ് വൈകുന്നേരം ജോലി കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ്. ഇന്ത്യൻ ഇംഗ്ലീഷ് പോയിട്ടാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജോലി കഴിഞ്ഞ് ട്രെയിനിൽ നിന്ന് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ബാഗുമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. വീട്ടിലേക്ക് കയറുന്നു. ആരോ കൊണ്ടുവച്ച ഒരു തണുത്ത ചായയും ഉണങ്ങിയ ചപ്പാത്തിയും കഴിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ റേഡിയോ എടുത്ത് ട്യൂൺ ചെയ്ത് തൻ്റെ പഴയ കാല കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഫാമിലിയിലും ഗ്രാൻഡ് പാരൻസിനെ. അത് ഉമ്മമാരാകുമ്പോൾ വല്യമ്മമാരൊക്കെ കുറച്ചുകൂടി നമ്മളോട് കൂട്ടത്ത് ചേരും. പക്ഷേ ഇവരാകുമ്പോൾ ഉപ്പപ്പമാരാകുമ്പോൾ നമ്മൾ കൂടുതൽ നമ്മളോട് ചേർക്കില്ല. അതുകൊണ്ട് അദ്ദേഹം അനുഭവപ്പെടുന്ന തരത്തിലുള്ള ഒരു ഏകാന്തതയാണ് ഒട്ടുമിക്ക വീടകങ്ങളിലും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ചില വീടുകളിലേക്ക് പോകുമ്പോൾ പറയുന്നേക്കാം, പിന്നെ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് പറയും, പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താ അവിടെ ചായ ഒന്നും ഉണ്ടാക്കി തരാൻ ആരും ഇല്ല കേട്ടോ, എന്താ ഇപ്പം നിങ്ങൾക്ക് തരിക, ഒരു പഴം എടുത്ത് തന്നാലോ? 10 മക്കളുണ്ടാവും, 10 പേരും 10 സ്ഥലങ്ങളിൽ ജോലിക്ക് പോയതായിരിക്കും. നമ്മുടെ പാരൻസിൻ്റെ കൂടെ പോകാനോ കെയർ ചെയ്യാനോ അവർക്ക് കഴിയാനോ അവർക്ക് അതിന് സമയമൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല.
ആ രീതിയിൽ അവരെ ഇനി വീട്ടകങ്ങളിൽ പാരൻസും കുട്ടികളും ഉണ്ടെങ്കിൽ തന്നെ ഈ ഗ്രാൻഡ് പാരൻസിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുന്ന കണ്ടീഷൻ. അവിടെയൊക്കെ അവരെ കൂടെ ചേർത്താൽ ഒരുപാട് നന്മകളാണ് നമ്മുടെ ലൈഫിലേക്ക് ചേരുന്നത് എന്ന് നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും അതും മനസ്സിലാക്കുന്നില്ല. നമ്മൾ ചിലപ്പോൾ അവരുടെ അടുത്തേക്ക് പോകുമ്പോഴേക്കും നിനക്ക് പഠിക്കാനൊന്നുമില്ലേ, എങ്ങോട്ടാ, ഏത് നേരം നോക്കിയാലും തറവാട്ടിക്ക് എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ അതിനെ കൗണ്ടർ ചെയ്തിട്ട് നമ്മുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് പോയിരിക്കാനൊക്കെ സമയം കണ്ടെത്തണം. അപ്പോഴേ നമുക്ക് അവരിൽ നിന്നുള്ള നന്മ നമ്മളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുള്ളൂ. ഈ കണക്കുകൾ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ വരാനിരിക്കുന്ന ജനറേഷനിൽ പ്രായമായവരുടെ എണ്ണം കൂടുകയും യുവാക്കളുടെ എണ്ണം കുറയുകയും ചെയ്യുമ്പം ഏലിയനേറ്റഡ് ആക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹമായിരിക്കും കൂടുതൽ നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടുകൊണ്ടിരിക്കുക എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. വല്യുമ്മ, വല്യുപ്പ, നമ്മുടെ ഇപ്പം എനിക്കൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് എൻ്റെ ഉമ്മമ്മയ്ക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട് ചെറുപ്പത്തിൽ. ആ കഥകളിലൂടെയൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ആലോചിക്കുമ്പം കുറേ ഇമാജിനേഷൻസ് കിട്ടും. അങ്ങനെ ഒരിക്കലും എല്ലാവരും കൂടി ഒരുമിച്ച് വട്ടത്തിൽ നിലത്തിരുന്ന് പറഞ്ഞ സമയത്ത് കേട്ട ഒരു കഥയിൽ സ്കൂള് വിട്ട് വരുമ്പം വല്ലാത്ത വിഷമ വരുന്നത് അത്രേ. വരുന്ന സമയത്ത് റോഡ് കട്ട റോഡാണ്, മണ്ണിൻ്റെ റോഡാണ്. റോഡൊന്നും അല്ല, എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വാഹനങ്ങൾ പോകുന്ന ഒരു റോഡ്. കുറേ മുന്നെയാണ്. വിശന്ന് വരെയാണ്. വീട്ടിലെത്തിയാൽ കഴിക്കാനൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് വലുമക്ക് ഉറപ്പാണ്. അപ്പോൾ ഒരു പഴഞ്ചക്ക, പഴുത്ത ചക്ക റോട്ടിൽ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. അതിൻ്റെ കുരുകൾ, ചുളയൊക്കെ ആകെ മണ്ണിൽ പറ്റി പിടിച്ച് കേടായിട്ടുണ്ട്. അതിൻ്റെ കുരുകൾ ഇങ്ങനെ എടുത്തിട്ട് പെറുക്കിയെടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവിടെ എത്തിയിട്ട് കഴുകി ഈ കുരുകൾ ചുട്ടെങ്കിലും കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഉമ്മമ്മ ഇത് പെറുക്കിക്കൊണ്ടുപോകുന്നത്. ഉമ്മമ്മയല്ല, ഉമ്മമ്മ കുട്ടിയാണ്, കുഞ്ഞുവാവെ കുട്ടിയാണ്. അത് പെറുക്കി ഇങ്ങനെ കൊണ്ടുപോയി വീട്ടിലെത്തിയ സമയത്ത് ഉമ്മ ചോദിച്ചു, നിനക്കിത് എവിടെ നിന്ന് കിട്ടി? അത് ഞാൻ വഴിയിൽ വരുന്ന സമയത്ത് എടുത്തതാ, ചുട്ടെങ്കിലും കഴിക്കാലോ എന്ന് വിചാരിച്ചെടുത്തതാ ഉമ്മ. അപ്പോൾ ഉമ്മ പറയാണ്, ഇവിടെ നിന്ന് ഒരു കഷ്ണം ഇങ്ങനെ പറിച്ചെടുക്കുന്ന രീതിയിലാണ് നുള്ളിയത് എന്ന്. ആരുടെ മുതലാണെങ്കിലും ചോദിക്കാമായിരുന്നു, ചോദിക്കാതെ എടുക്കാൻ പാടില്ല എന്നുള്ളൊരു സന്ദേശം. അപ്പോൾ ഇത് വലിയ സന്ദേശങ്ങളാണ് നമുക്ക് ഇവരുടെയൊക്കെ കൂടെ ഇരിക്കുന്ന സമയത്ത് കിട്ടുക. പക്ഷെ കൂടെ ഇരിക്കാൻ സമയം കണ്ടെത്താതെ നമ്മൾ നമ്മുടെ കാണാക്കാലത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് നമ്മുടെ കൈകളിലുള്ള ഗാഡ്ഗറ്റുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ മരണം ആഗ്രഹിക്കുന്നുണ്ടോ? മരണം ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. മരിക്കാൻ ആർക്കും ഇഷ്ടമല്ല. പേടിയുണ്ടോ മരിക്കാൻ? പേടിയുണ്ടോ? ഇല്ല. നമ്മുടെ മരണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മരണത്തെ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ സംഭവം. ഫുട്ബോൾ കളിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞേ. ഫുട്ബോൾ കളിച്ചാൽ എന്താ കിട്ടുക? ശരീരം ഫിറ്റാവും, സമയം പോയി കിട്ടുമെന്ന്. അങ്ങനെ അപ്പം അത് പോസിറ്റീവായി. അപ്പം നമ്മളെ എൻഗേജ്ഡായി, മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ആവാതെ എൻഗേജ്ഡായി. പിന്നെ നല്ല മസിൽ പവർ ഉണ്ടാവും, ഡിസിഷൻ മേക്കിങ് ക്വിക്കായിരിക്കും. സ്പോർട്സ് അക്കാദമിയിൽ പഠിക്കുന്ന ആളാണ് പറയുന്നത്. ഓക്കെ. പിന്നെ ഫുട്ബോള് കളിച്ചിട്ടുണ്ടാവും, കളിക്കാറുണ്ട്. പിന്നെന്താ? 2-3 പോയിന്റ്സ് നിങ്ങളെടുത്തുനിന്ന് വരട്ടെ. റെസ്പോൺസിബിലിറ്റി കൂടും. ഓക്കെ ഓക്കെ കുറേ കാര്യങ്ങളായി. ഇനി വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടും, ദാഹം മാറും, മെറ്റബോളിസം പ്രോപ്പറാവും, പിന്നെ മസിൽസ് റിക്കവർ ആവും. നമ്മളൊരു പച്ച വിറക് പോലെ ആവണം എന്നാ പറയല്ലേ ബോഡി എന്ന് പറഞ്ഞാൽ. ആവശ്യത്തിന് എല്ലാ സമയത്തും വെള്ളം കുടിച്ചുകൊണ്ട് ആ വെള്ളം കുടിക്കുന്നതിന് തന്നെ അളവുമുണ്ട്, കുടിക്കാനൊരു രീതിയുണ്ട് അല്ലേ. വലത് കൈ കൊണ്ട് നിങ്ങൾ ഏത് ഡയറ്റീഷ്യൻ്റെ അടുത്തോ ന്യൂട്രീഷ്യനിസ്റ്റിൻ്റെ അടുത്തോ ഇനി ജിമ്മിലെ നിങ്ങളെ ട്രെയിനർ അടുത്തോ ഒക്കെ ചോദിച്ചു നോക്ക്. നമ്മൾ ഇരുന്ന് കൊണ്ട് വലത് കൈ കൊണ്ട് കവിളായിട്ട് ഒരൊറ്റ സ്ട്രെച്ചിന് വെള്ളം ഇങ്ങനെ ഇറക്കാൻ പാടില്ല, ബോഡി അക്സെപ്റ്റ് ചെയ്യൂല. നമ്മൾ അങ്ങനെ എടുത്തതിന് ശേഷം 3 മുറുക്കായിട്ടേ ഇറക്കാൻ പറ്റുള്ളൂ, അപ്പോഴേ നമ്മുടെ ബോഡി അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഒരു 4 ലിറ്റർ വെള്ളം, അപ്പം ഞാൻ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, എനിക്കൊരു 4 ലിറ്റർ വെള്ളമൊക്കെ ഡെയിലി കുടിക്കണം. 1/2 ലിറ്റർ വെള്ളം എനിക്ക് എപ്പോഴും എടുക്കാം. രാവിലെ ചായക്ക്
ആ പാത്രത്തിലേക്ക് വെള്ളം എടുക്കുമ്പോൾ ആ കപ്പിൽ 1/2 ലിറ്റർ വെള്ളം കൊള്ളും. 1/2 ലിറ്റർ ചായപാത്രത്തിലേക്ക് എടുത്തിട്ട് 1/2 ലിറ്റർ അപ്പം തന്നെ കുടിച്ച് 1/2 അപ്പം തന്നെ ആയി. പക്ഷെ അത് നേരെ വയറ് ചാടിക്കുകയുള്ളൂ. കിഡ്നിക്ക് അതിനെ ഒന്നാകെ എടുക്കാനോ അതിൻ്റെ പ്രോസസ്സ് ചെയ്യാനോ പറ്റൂല. കുറച്ച് കഴിയുമ്പോഴത്തേനും അത് യൂറിനേഷനിലൂടെ ഇങ്ങനെ പുറത്തേക്ക് പോവുകയുള്ളൂ. അല്ലാതെ അത് ബോഡി ആക്സെപ്റ്റ് ചെയ്യൂല. ബോഡി ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ പറഞ്ഞതുപോലെ തന്നെ കവിളായിട്ട് കുറച്ചായിട്ട് ശരിക്കും അതിൻ്റെ പ്രോപ്പർ ഒരു പക്ഷേ അന്ന് എനിക്കറിയായിരിക്കും 15 മിനിറ്റിൻ്റെ ഇടയിൽ അല്ലേ, കറക്റ്റ് അല്ലേ, 15 മിനിറ്റിൻ്റെ ഇടയിൽ 1 ഗ്ലാസ് വെള്ളം കവിളായിട്ട് കുടിക്കുക വേണ്ടത്. ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടില്ലേ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒരു ബോട്ടിൽ കൈ ഇങ്ങനെ കൊണ്ടെടുക്കുന്നത്? അത് ഫാഷൻ്റെ ഭാഗമൊന്നുമല്ല. ക്വസ്റ്റ്യൻസ് കണ്ടില്ലേ? നമുക്കതൊക്കെ ഒരു കുറച്ചില്ല അല്ലേ, ഒരു കുറച്ചിലും വിചാരിക്കേണ്ട, നല്ല ബ്യൂട്ടി ആവും വെള്ളം കുടിച്ചാൽ. ഓക്കെ, അപ്പോൾ അത് പരിശുദ്ധ ഖുർആനിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അല്ലേ. വെള്ളത്തെക്കുറിച്ചുള്ള ആയത്തുണ്ട്. ആ ആയത്തിറങ്ങിയ സന്ദർഭത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്കറിയാം വെള്ളം ഇരുന്നു കൊണ്ട് കവിളായിട്ടാണ് നമ്മൾ കുടിക്കേണ്ടത്. ഓക്കെ, വെള്ളം കുടിച്ചാൽ കുറേ ഗുണങ്ങളുണ്ട് അല്ലേ. ഫുട്ബോൾ കളിച്ചാൽ കുറേ ഗുണങ്ങളുണ്ട്, വെള്ളം കുടിച്ചാലും കുറേ ഗുണങ്ങളുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ദിവസം പറഞ്ഞു, അല്ലാ ബെല്ലടിച്ചോ, അയ്യോ 2 മണിയായി, പെട്ടെന്ന് ബെല്ലടിച്ചു. ഞങ്ങൾ BEdന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബെല്ലടിച്ചോ, ഞാൻ ഫോണ് കളിച്ചില്ല, ഫോണ് കളിക്കാൻ മറന്നുപോയി എന്ന്. ഇതൊരു മസ്റ്റാണ് അല്ലേ. അതിൻ്റെ ഗുണങ്ങളൊന്ന് പറഞ്ഞേ. ചിരിക്കുക. യൂസ്, മിസ്യൂസ്, ഓവർ യൂസ്. ഇതിൽ ഞാൻ യൂസിനെ കുറിച്ചാണ് ചോദിക്കുന്നത് കേട്ടോ. യൂസിനെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. ഓവർ യൂസും മിസ്യൂസും ഉണ്ട് അല്ലേ. അതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണങ്ങളൊന്ന് പറഞ്ഞേ. യൂസ് അവിടെ മാറ്റി വെച്ചിട്ട് ഓവർ യൂസിൻ്റെയും മിസ്യൂസിൻ്റെയും ഗുണങ്ങളൊന്ന് പറഞ്ഞേ. അപ്പോൾ അത് ഗുണമേ അല്ല അല്ലേ. എന്നാൽ നീ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഗുണങ്ങളൊന്ന് കേൾക്കട്ടെ. കുറച്ച് സമയം കമ്മ്യൂണിക്കേഷൻ ഗുണമാണ്. ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുക, ഫാമിലി ഗ്രൂപ്പിൽ സംസാരിക്കുക. കുറച്ച് സമയം നമ്മൾ ഫാമിലിയായിട്ടും സംസാരിച്ച് കഴിയുമ്പോൾ ഒരു റിലാക്സ്ഡ് ആവും അല്ലേ. ഓക്കെ, അത് കൂടുതലായി കഴിഞ്ഞാൽ ഓവർ യൂസ് ആയി അല്ലേ. ഓക്കെ, യെസ്. പറഞ്ഞു വരുന്നത് ഡോറ. എല്ലാവരും മനസ്സിലും ഡോറ വന്നോ? ഡോറ വരാത്തോലും ആരെങ്കിലും ഉണ്ടോ മനസ്സിൽ? എല്ലാവരും മനസ്സിലും ഡോറൻ്റെ മുഖം വന്നല്ലോ. ഓക്കെ, കേരളത്തിലോ ഇനി വേൾഡിലോ എവിടെയാണെങ്കിലും ഡോറ എന്ന് പറഞ്ഞാൽ ആ ബാഗിട്ട് ആ മറ്റേ സ്കേർട്ടൊക്കെ ഇട്ട് മുടിയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് ബുജിയുടെ കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ഡോറ. ദിസ് ഈസ് ഡോറ അല്ലേ. നമ്മളൊരു പുസ്തകം എടുക്കുകയാണ്, പുസ്തകം എടുത്തിട്ട് വായിക്കുകയാണ്. മന്നവപുരത്ത് മന്നവേന്ദ്രൻ എന്ന രാജാവുണ്ടായിരുന്നു. ഓക്കെ, പുസ്തകം വായിച്ചു നമ്മൾ. ഇനി ഈ പുസ്തകം വായിക്കുമ്പോൾ മന്നവേന്ദ്രൻ്റെ മുഖം, മന്നവേന്ദ്രൻ്റെ ശരീരം എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾക്ക് തോന്നിയൊന്ന് പറഞ്ഞേ. വയറൊക്കെ ചാടി, തുണി ഷർട്ടൊക്കെ എടുത്ത്, വയറൊക്കെ ചാടി, കറക്റ്റാ, കുടവയറനായ, പിന്നെ മീശയൊക്കെ വെച്ച്, മീശയൊക്കെ പിരിച്ച, പൂനൂലൊക്കെ ഇട്ട്, ഇതൊക്കെ ഇട്ട് എവിടെ ഇരിക്കുകയാണോ നിൽക്കുകയാണോ? ഇരിക്കുകയാണ് അല്ലേ, സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. മന്നവേന്ദ്രൻ രാജാവ് പള്ളൊക്കെ ചാടി, അതല്ല പള്ള ചാടി, എല്ലാരും പള്ളയും ചാടി കണ്ട കിരീടം അല്ലേ. കിരീടല്ലായിരുന്നു, കിരീടം വന്നു. പിന്നെ ആഭരണങ്ങളൊക്കെ ഇട്ട് അല്ലേ. തൊട്ടപ്പുറത്ത് തോഴിമാരൊക്കെ ഇങ്ങനെ വെഞ്ചാമരൊക്കെ വീശിക്കൊടുക്കുന്ന ഒരു രാജാവ്. ഇവിടെ സത്യത്തിൽ എല്ലാവരും മനസ്സിൽ ഒരുപോലെയാണോ വരിക? വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളിലായിരിക്കും നമ്മൾ കാണാം. ഇതാണ് വായനൻ്റെ പവറും. ഇതാണ് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ ചിലത് നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുമ്പം നമ്മളോട് പറയാണ്, ഇതാ ഡോറ, ഇതിനപ്പുറത്തേക്കൊന്നും ചിന്തിക്കേണ്ട, അത്രേ ഉള്ളൂ. ഇതാ ക്രിയേറ്റീവ് ആകൂല, നമ്മൾ ക്രിയേറ്റീവ് ആകൂല. ഓക്കെ, നമ്മുടെ ബ്രെയിൻ ക്രിയേറ്റീവായ തലച്ചോറിന് പണി ഉണ്ടാവുകയും ചെയ്യൂല. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യൂല. അതുകൊണ്ടാണ് കുറച്ച് സമയം അത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഫാമിലിയുടെ കൂടെ ആ സമയം നമ്മുടെ ഫാമിലിക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ, എൻഡോർഫിൻ, 4 ഹോർമോൺസ് അറിയാലോ. ഈ ഹോർമോൺസിൻ്റെ ഇംബാലൻസ് കൊണ്ടാണ് നമ്മളിൽ പലപ്പോഴായിട്ട് ഒരു ജാതി ദിവസമായിട്ട് നമുക്ക് തോന്നൂല്ലേ, ഒരു പണിയും ചെയ്യാൻ തോന്നൂല. ഈവൻ അന്ന് കുളിക്ക പോലും ഉണ്ടാവില്ലല്ലോ. ഇല്ല, അന്ന് കുളിക്കാൻ പോലും തോന്നൂല. ഉമ്മമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്,
ചില ദിവസം കറിയൊക്കെ ഒരു ഒപ്പിക്കൽ കറിയൊക്കെ ഉണ്ടാക്കി അലക്കാത്തൊക്കെ ദിവസങ്ങളില്ലേ? മനുഷ്യൻ്റെ ചിന്തയുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ് പോണത്. ഇതാ കണ്ടോ, ഇങ്ങനെ. ചില ദിവസം നമ്മൾ ഓക്കെ ആയിരിക്കും, ചില ദിവസം ഫ്രണ്ട്സ് വിളിച്ചാൽ പോലും നമ്മൾ ഞാൻ ലഡായി പോയിക്കോ, എന്തോ ഒരു മൂഡില്ല അല്ലേ? ഈ മൂഡ്സ് ഉണ്ടല്ലോ നമുക്ക് കറക്റ്റ് കിട്ടുക. ഇത് കൂടുന്ന സമയത്ത് അതിന് പറയും ഈ ഡിപ്രഷൻ ലെവല് ഏറ്റവും താഴെ എന്ന് പറഞ്ഞാൽ ഈ ബാഡ് ഡേ എന്ന് പറയുന്നത് കൂടുതൽ ഇങ്ങനെ താഴേക്കാവുന്നതിനെയാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുക. ഈ രണ്ടും നമ്മുടെ ശരീരത്തിൽ നമ്മൾക്ക് ഉണ്ടാവാനുള്ള കാരണം ഈ പറയുന്ന ഹോർമോണിൻ്റെ ഇംബാലൻസ് കൊണ്ടാണ്. ഒരു കാരണം ഈ ഹോർമോൺ ബാലൻസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയും ഫാമിലിയുടെ കൂടെയും കുഞ്ഞുമക്കളുടെ കൂടെയും എൽഡേഴ്സിൻ്റെ കൂടെയും കാര്യമായിട്ട് ചെറിയ മക്കളുടെ കൂടെയും പ്രായമായവരുടെ കൂടെയൊക്കെ മിങ്കിൾ ചെയ്യണം. ഇപ്പം വീടകങ്ങളിൽ അത്തരം കളരികളും കാണാനില്ല, അത്തരം കളങ്ങളുമില്ല. കളരികളിൽ വീടുകളിൽ ജീവിത കളരികൾ ഒരുങ്ങണം. ആ ജീവിത കളരികളിൽ ചില കളികൾ അവിടെ കളിക്കണം. ഇത്തരത്തിലുള്ള സംസാരങ്ങൾ വരണം, മിങ്കിൾ ചെയ്യണം. അതിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്ന ഇതൊക്കെ സയൻസും കൂടിയാണ്. പരിശുദ്ധ ഖുർആനും നമ്മുടെ ജീവിതചര്യയും ഒക്കെ സയൻസ് തന്നെയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തോട് കുടുംബത്തോട് കൂടുതൽ സമയം മിങ്കിൾ ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ എന്താവും? പ്രോപ്പറാവും. നമ്മുടെ തോട്ട്സ് പ്രോപ്പറാവും, നമ്മുടെ ഫ്യൂച്ചർ പ്രോപ്പറാവും, നമുക്ക് നല്ല കോൺഫിഡൻസ് കിട്ടും, നമുക്ക് നന്നായി പഠിക്കാൻ പറ്റും. കാരണം നമ്മുടെ എനർജിയൊക്കെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കിട്ടേണ്ട ഹോർമോൺസ്, പ്ലഷർ ഹോർമോൺസൊക്കെ അളവ് ബാലൻസ്ഡ് ആവുന്നുണ്ട്, എനർജിയും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി പിന്നെ അവസാനമായിട്ട് നിങ്ങളോട് ചേർത്ത് വെച്ച് പറയേണ്ട ഒരു കാര്യം, നിങ്ങളൊക്കെ ഇങ്ങനെ എൽഡേഴ്സായി, ചെറിയ മക്കളുണ്ട്, എൽഡേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. നമുക്കറിയാം പരിശുദ്ധ ഖുർആനിൽ നമ്മോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം കുടുംബമായി ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ചക്രത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ ഒരാൾ വൈവാഹിക ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ, ജീവിതം നയിച്ചു തുടങ്ങിയാൽ അയാളുടെ ദീനിൻ്റെ പകുതി പൂർത്തിയാക്കി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആർക്ക് ബാഅത്ത് സാധ്യമാകുന്നുവോ അയാൾ വിവാഹം കഴിച്ചു കൊള്ളട്ടെ, ആർക്ക് അതിനുള്ള കാര്യപ്രാപ്തി വരുന്നുവോ അയാൾ വിവാഹം കഴിച്ചു കൊള്ളട്ടെ. ഒരു കുടുംബ ജീവിതത്തിലേക്ക് പോകേണ്ട ആൾക്കാരാണ് നമ്മളെല്ലാവരും. പോയവരുണ്ട്, അതിലെത്തി നിൽക്കുന്നവരുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പാരൻസിൻ്റെ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ അവസാന കാലഘട്ടം വരെ നമുക്ക് തുണയായിട്ട്, നമുക്ക് കരുത്തായിട്ട്, നമുക്ക് ബലമായിട്ടുണ്ടാകുന്ന ആൾക്കാരാണ് നമ്മുടെ ഇണ എന്ന് പറയുന്നത്. അവിടെ ഹുന്ന ലിബാസും ലഹും വ അൻതും ലിബാസും ലഹുന്ന, ഞാൻ അത് അവസാനം ഒന്ന് ചേർത്ത് പറയാണ്. കാരണം അവർ പരസ്പരം വസ്ത്രങ്ങളെ പോലെയാണെന്നാണ് പറഞ്ഞത്. ഇപ്പം ഇത് എനിക്കിഷ്ടപ്പെട്ട വസ്ത്രം. ഈ വസ്ത്രം ചിലപ്പോൾ നിങ്ങൾ പല സ്റ്റേജുകളിൽ നിന്ന് എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വസ്ത്രം അതിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ വസ്ത്രം കേടായാൽ, എനിക്കിഷ്ടപ്പെട്ട വസ്ത്രമാണ്, ഞാനിത് പിന്നെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് പോയി കുറേ തിരഞ്ഞു നോക്കി നടന്ന് എനിക്കൊരു തൃപ്തി തോന്നിയിട്ട് വാങ്ങിയതാണ്. ഓക്കെ, ഈ വസ്ത്രം ഇതിന് ഒരുപാട് വിലയൊന്നുമില്ല, ആർഭാടത്തിലൊന്നുമല്ല, എന്നാലും അത്യാവശ്യം വില കൊടുത്ത് വാങ്ങിയ വസ്ത്രം. ഈ വസ്ത്രം ഞാൻ വാങ്ങി, ഇതിന് ചെറിയൊരു കീറലോ പൊട്ടലോ വന്നു കഴിഞ്ഞാൽ ഞാൻ ആകെ 2-3 പ്രാവശ്യം ഇത് ധരിച്ചിട്ടുള്ളൂ, ഞാനിത് വലിച്ചെറിയോ? നിങ്ങളാണ് എന്ത് ചെയ്യും? അടിക്കാൻ കൊടുക്കും, പിന്നെ കീറിയതാണെങ്കിൽ അടിക്കാൻ കൊടുക്കും. എടോ, എങ്ങനെയെങ്കിലും അതിനെ മേക്കപ്പ് ചെയ്തിട്ട് ഇടാൻ പറ്റുന്ന കോലത്തിലാക്കൂലേ? ഇല്ലേ? ഈ പഠിച്ചോന് പരിശുദ്ധ ഖുർആനിൽ കുറേ ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ഈ ഉപമകളൊക്കെ പറഞ്ഞിട്ടുള്ളത് വെറുതെ നമ്മളിങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന്. പക്ഷെ അതിന് ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ഏറെ ഇഷ്ടപ്പെട്ട് തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് ജീവിതത്തോട് ചേർത്ത് വെക്കുന്ന, നമ്മുടെ കൂടെ ജീവിക്കാൻ പോകുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പോരായ്മകൾ ഉണ്ടായിരിക്കാം. ചിലപ്പം എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാവാം. ചിലപ്പോൾ അവർ ഒന്നിനും പറ്റാത്ത രീതിയിലായിരിക്കാം ചില കാര്യങ്ങളിൽ. നിക്കാഹൊക്കെ കഴിയുമ്പോൾ നിങ്ങളിങ്ങനെ ഒരുമിച്ച് ബീച്ചിലൊക്കെ പോയി കറങ്ങി, പിന്നെ 1 ഡേ മാത്രം കേട്ടോ, രാവിലെ പോയി വൈകുന്നേരം രാത്രി നിങ്ങളെ വീട്ടിൽ നിങ്ങളെ കൊണ്ടേ ആക്കിയിട്ട് തിരിച്ച് അവരവരുടെ വീട്ടിലേക്ക് പോകുന്ന ഒരവസ്ഥയിൽ 5-6 മാസമൊക്കെ നിക്കാഹൊക്കെ കഴിഞ്ഞ് നിന്ന് ശേഷം കല്യാണത്തിൻ്റെ അന്ന് ഫസ്റ്റ് ആണ്
കല്യാണത്തിൻ്റെ അന്ന് ഒന്നാമത്തെ ദിവസം നമ്മൾ നല്ല പ്രതീക്ഷയോടുകൂടി ഗേൾസ് നന്നായിട്ട് അവർ ഫ്രഷായി, അവരുടെ ഓർണമെൻറ്റ്സൊക്കെ അഴിച്ച് ഫ്രഷായി, എല്ലാ കാര്യത്തിലും പ്രോപ്പറായി, നല്ല ഡ്രസ്സൊക്കെ ധരിച്ചിങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിങ്ങനെ ഭർത്താവിനെ കാത്തിരിക്കാം. ഇദ്ദേഹം പന്തൽ പൈസയും മറ്റേ പൈസയും കുറേയൊക്കെ കൊടുത്ത് കുറേയൊക്കെ ഗൂഗിൾ പേ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് ആകെ ടയേർഡായി കുഴങ്ങി ക്ഷീണിച്ച് വന്നിട്ട് ഒരൊറ്റ കിടത്തം. കാലിൻ്റെ അടിയിലൊക്കെ ചളി കറുത്ത് കിടക്കുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെയും ഉണ്ടാവാം. ചില ദിവസങ്ങളിൽ അദ്ദേഹം നമ്മുടെ കൂടെ കിടക്കുമ്പോൾ തിരിഞ്ഞു കിടക്കുന്നുണ്ടാവാം. എന്താന്ന് വെച്ചാൽ ശരിയില്ല, ബ്രഷ് ചെയ്യാഞ്ഞ് പോകാനാവില്ല, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് തിരിഞ്ഞ് കിടന്നോളാം. നമ്മൾ വിചാരിക്കുക അയ്യേ എന്തൊരു സ്വഭാവം അത്. ഞാനൊരു ഉദാഹരണങ്ങൾ പറഞ്ഞതാണേ. ചിലപ്പം വലിയ പാളിച്ചകൾ ലൈഫിൽ വന്നു പോയവരാവാം. ചിലപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ട് കാണുമ്പോൾ എന്താ ലുക്ക്, നല്ല ഡീസൻ്റാ, എല്ലാ പാക്കും ഉണ്ട്, 6 പാക്കും അതിലപ്പുറം പാക്കൊക്കെ ഉണ്ട്, ജിമ്മിൽ പോയി മൊത്തം ക്ലിയറാക്കി അതൊക്കെ റെഡിയാണ്. പക്ഷേ ബോഡി ഫിറ്റാണ്, മൈൻഡ് തീരെ ഫിറ്റായിരിക്കില്ല. വീട്ടിലങ്ങോട്ട് എത്തുമ്പോൾ നനഞ്ഞ പൂച്ചൻ്റെ പോലെ അതെന്താ കാട്ടണ്ടേ, കാക്ക ഇതെന്താ ചെയ്യേണ്ടേ, താത്ത ഞാൻ എന്താ ആക്കണ്ടേ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലായിരിക്കും. എന്ത് തന്നെ ആയാലും നമ്മുടെ കൂടെ ജീവിതത്തിലേക്ക് വരുന്ന ആൾക്ക് കീറലോ അങ്ങോട്ടും ഇങ്ങോട്ടും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, പൊട്ടലോ കീറലോ ചുളിയലോ പീയലോ പിഞ്ഞലോ എന്തുണ്ടെങ്കിലും, എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനെ ഒതുക്കി മാറ്റി വൃത്തിയാക്കി തിരിച്ച് നന്നാക്കി, തുന്നേണ്ടത് തുന്നി, പിന്നടിക്കേണ്ടത് പിന്നടിച്ച്, കൂട്ടിക്കെട്ടേണ്ടത് കൂട്ടിക്കെട്ടി, ചുളിവ് നിർത്തേണ്ടത് പറഞ്ഞു കൊടുത്ത് ചുളിവ് നിർത്തി മനസ്സിലാക്കി ജീവിതത്തിലേക്ക് ചേർക്കേണ്ടതാണ്. കാരണം എൻ്റെ അടുത്തേക്ക് വരുന്ന കേസിലൊക്കെ 15 ദിവസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. കഴിയൂല ടീച്ചറെ, കഴിയൂല, ഞങ്ങൾ പോയി കുടുംബത്തിൽ പറയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല എന്ന്. എന്തായാലും കഴിയില്ല. എന്താ മോളെ കാര്യം? ഒരു ത്രില്ലുമില്ല, ഓൻ്റെ കൂടെ ജീവിക്കാൻ ഒരു ത്രില്ലുമില്ല, വൈബില്ല, ഫീലില്ല എന്നുള്ളതൊക്കെയാണ് മക്കളെ ഇപ്പോഴത്തെ കാരണങ്ങൾ വരുന്നത്. ത്രില്ല് കൊടുക്കുക. അവളുടെ വിചാരം കടലോരത്തുകൂടെ കൈകോർത്ത് പിടിച്ച് കടല കുറച്ചിങ്ങനെ നടക്കുന്നത് മാത്രമാണ് ലൈഫ്. ഞങ്ങൾ ഇങ്ങനത്തെ ലൈഫേ കണ്ടിട്ടുള്ളൂ, ഇതിലപ്പുറമുള്ള ലൈഫ് ഞങ്ങൾ കണ്ടിട്ടില്ല. ഇനി ഞാൻ ഓൻ്റെ വീട്ടിൽ ജീവിക്കാം, പക്ഷെ അവിടെ ഓൻ്റെ ഉമ്മ ഉണ്ടാവാൻ പാടില്ല, ഉപ്പ ഉണ്ടാവാൻ പാടില്ല, പെങ്ങന്മാരെ ഇടയ്ക്കിടയ്ക്ക് വിരുന്ന് വന്ന് പോകാനും പാടില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ അവിടെ ജീവിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വല്ല ഫ്ലാറ്റിലേക്ക് മാറാം. ലോഡ്ജിക്ക് നല്ല കേട്ടോ, ഫ്ലാറ്റിലേക്കും മാറാം. ഇങ്ങനെയാണെങ്കിലേ കഴിയുള്ളൂ. അപ്പം ത്രില്ലും ഫീലും വൈബും മാത്രം നോക്കിയിരുന്നാൽ നമുക്ക് പടച്ചോൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയില്ല. തീർത്താൽ തീരാത്ത സ്വഭാവ ദൂഷ്യങ്ങളോ പ്രശ്നങ്ങളോ ആണെങ്കിൽ മാത്രമാണ് പടച്ചവൻ നമുക്ക് അനുവദിക്കപ്പെട്ടു തന്നിട്ടുള്ളൂ വിവാഹമോചനം എന്നുള്ളത്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാളെ ചേർത്ത്, നന്മയിലേക്ക് ഒരാളെ ചേർത്ത് നിർത്തുക എന്നുള്ളത് പടച്ചവൻ്റെ അടുത്ത് ഏറെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ആസ്യ ബേബിക്ക് പടച്ചവൻ കൊടുത്ത സമ്മാനം എന്താ കൊടുത്തേ? സ്വർഗത്തിലൊരു വീടാ കൊടുത്തല്ലേ. സ്വർഗത്തിൻ്റെ അടുത്തേക്കെങ്കിലും എത്തിയാൽ മതിയായിരുന്നു നമ്മളൊക്കെ ആഗ്രഹിക്കുമ്പോൾ. സ്വർഗത്തിൻ്റെ ഒത്ത നടുവിലൊരു വീടാ പടച്ചവൻ കൊടുത്തത്. തൻ്റെ ഭർത്താവിൻ്റെ ദുസ്വഭാവത്തിൽ ക്ഷമിച്ച സ്ത്രീക്കാണ്, ക്ഷമിക്കുന്ന സ്ത്രീക്ക്. ഇണകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കുകയും സഹിക്കുകയും പൊറുക്കുകയും ചെയ്യുക. ഈ കാര്യം ഇപ്പം നിങ്ങളോട് സൂചിപ്പിക്കുന്നത് നിങ്ങൾ പ്രാപ്തി വന്നു തുടങ്ങുന്ന ഒരു പ്രായമായതുകൊണ്ടാണ്. എല്ലാവരും അവനവൻ്റെ ഭാവി ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം. നല്ല പ്ലാൻ മനസ്സിൽ വേണം. എടോ, നല്ല വീടുണ്ടാക്കി, നല്ല ജോലി നേടി എല്ലാവരും, എന്നിട്ട് നല്ല വീടുണ്ടാക്കി, നല്ല കാറ് വാങ്ങി, നല്ലൊരു ഭാര്യനെ കല്യാണം കഴിക്കി, എന്നിട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കി കേട്ടോ. ചിരിക്കുന്നുണ്ട് ഇവിടെ ഓരോരുത്തരൊക്കെ മനസ്സിലിങ്ങനെ ആ ഒരു കാലഘട്ടം കണ്ടിച്ചിരിക്കുക. എല്ലാവർക്കും അതിനുള്ള അർഹത പഠിച്ചോൻ തന്നിട്ടുണ്ട്. ഈ ലോകത്ത് ഡീസൻ്റായി ജീവിക്കാനുള്ള അർഹത പഠിച്ചോൻ എല്ലാവർക്കും തന്നിട്ടുണ്ട്. നമുക്ക് കിട്ടുന്നത് കൊണ്ട് പാവപ്പെട്ടവർക്കും കൂടി കൊടുത്തുകൊണ്ട് നമ്മുടെ സമ്പത്തിനെ ഹലാലാക്കി നമുക്ക് ജീവിക്കാം. അതിനെന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വരാനിരിക്കുന്ന ജീവിതങ്ങളിൽ എല്ലായിടങ്ങളിലും, കുടുംബത്തിലാവട്ടെ, സമൂഹത്തിലാവട്ടെ, നമ്മുടെ മാതാപിതാക്കളുടെ അടുത്താവട്ടെ, ഇണകളുടെ അടുത്താവട്ടെ, പ്രായമായവരുടെ അടുത്താവട്ടെ, വീട്ടിലെ കുഞ്ഞുമക്കളുടെ അടുത്താവട്ടെ, എല്ലായിടങ്ങളിലും നന്മയും സന്തോഷവും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് കൊണ്ടും കൊടുത്തും സ്നേഹിച്ചും പുറത്തും സഹിച്ചും ഒക്കെ ജീവിക്കാൻ നിങ്ങൾ പ്രാപ്തരാവുക. വമഹാദിഹിൽ ഹയാത്തു ദുനിയ ഇല്ലാ ലഹവും വലഇബ് വഇന്ന ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ ലൗ കാനൂ യഅലമൂൻ.
ഈ ഇഹലോക ജീവിതം എന്ന് പറയുന്നത് വെറും വിനോദവും കളിയും മാത്രമാണ്. എന്നാൽ തീരെ ഇവിടെ നിന്ന് ഒരു വൈബും ഫീലും ത്രില്ലും കിട്ടിയിട്ടില്ലെങ്കിലും വിഷമിക്കേണ്ട. ത്രില്ല് പോവാത്ത, വൈബ് തീരാത്ത ഒരു മഹത്തായ സ്വർഗലോകം പടച്ച തമ്പുരാൻ നമുക്കൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അവിടെ ലഹിയൽ ഹയവാൻ, അവിടെ നമ്മൾ നിത്യവാസികളായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇന്ന ദാറുൽ ആഖിറത്ത്, അതാണ് അന്തിമ ഭവനം. ആ ഭവനത്തിൽ നിന്ന് പിന്നെ നമ്മൾ വേറെ എങ്ങോട്ടും ഇല്ല. അവിടെ നമുക്ക് എല്ലാം ലഭിക്കും. അതുകൊണ്ട് ഇവിടെ എനിക്ക് പറ്റിയ ആളായില്ല, എനിക്ക് പറ്റിയ വീടായില്ല, എനിക്ക് പറ്റിയ ജോലിയായില്ല, എൻ്റെ ലൈഫ് ഓക്കെ അല്ല, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും പടച്ചോൻ എനിക്ക് തരുന്നില്ല, എനിക്ക് മാത്രം ചിലതൊന്നും കിട്ടുന്നില്ല. ഒരു പക്ഷേ കിട്ടുമായിരിക്കും. പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കുക, നല്ല കുട്ടികളായിട്ട് നല്ല പൗരന്മാരായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. വരുന്ന കാലത്ത് ഒരുപാട് തിന്മകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ലോകത്ത്. ആ തിന്മകൾക്കെതിരെയൊക്കെ പ്രവർത്തിക്കാൻ, നന്മയുടെ അംശങ്ങൾ സമൂഹത്തിൽ പടർത്താൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരു അമ്മ ഈ കാലഘട്ടത്തിൽ ഒരു കുഞ്ഞിനെ പാടി ഉറക്കുകയാണ്, താരാട്ടുപാട്ട്. അമ്മക്ക് പേടിയാ, ഈ കുഞ്ഞ് ആരാ കുഞ്ഞിനെ നോക്കാനുണ്ടാവുക, എൻ്റെ ജീവിതം എത്രത്തോളം ഉണ്ടാവുക. കാരണം ആർക്കും അവനവൻ്റെ ജീവിതം എപ്പോഴാണ് അവസാനിപ്പിക്കുക എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിലാണ് ഓരോരുത്തരുടെ മനസ്സും ഡിപ്രഷനിലേക്കും പ്രയാസങ്ങളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. കുടുംബവുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ടോ? ഖുർആനുമായിട്ട് അഴുകിച്ചേർന്ന ജീവിതമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃക നമ്മൾ പിൻപറ്റിയിട്ടുണ്ടോ? ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ചെല്ലക്കാറ്റും വഞ്ചിപ്പാട്ടും ദൂരെ, കുന്നിൻ ചാരത്തെങ്ങോ മഞ്ഞായി മാറി. അമ്മ കുഞ്ഞിനെ ഉറക്കുമ്പോൾ പാടുന്ന പാട്ടാണ്. ചന്നം പിന്നം ചാറ്റൽ മഴയിലുറങ്ങി, ചക്കരമാവിൻ ചോട്ടിൽ നമ്മുടെ റോജ, എന്തിനു വന്നു പിറന്നീ കുഞ്ഞു ഭൂമിയിൽ, എങ്ങനെ നിന്നുടെ ജീവൻ കാക്കും ഭാവിയിൽ, രാരീരോ പാടാനാര് ചാരത്തുണ്ടാകും, സാന്ത്വനമോതി വന്നു തലോടാനാരുണ്ടാവും. ഓരോ മഴയും വെയിലായി മാറും, സുഖവും ദുഃഖവും ആരറിയും, ആൾക്കൂട്ടത്തിൽ താനേ പെടുമൊരു കാലം മുന്നിൽ മറക്കരുതേ. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ലോകമാണ്. ഓരോ അമ്മമാരും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ബാക്കിയുണ്ടാവോ, കുഞ്ഞുങ്ങൾ ബാക്കിയുണ്ടാവോ എന്നുള്ളൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുടുംബത്തെ ചേർത്ത് പിടിച്ച് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ജീർണതകൾക്കെതിരെ നമ്മുടെ നാവും നമ്മുടെ കൈയും നമ്മുടെ ശരീരവും എല്ലാം ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ ഈ ഒരു പന്തക്കലകത്ത് കുടുംബത്തിലെ ഈ തലമുറക്ക്, യുവതലമുറക്കാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.